എന്തെങ്കിലും വെച്ചാണോ കുഴപ്പമില്ല. ഇത് ഫോൺ നോക്ക്. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും ഇസ്രായേലരെയും ഫറഔനിൽ നിന്ന് കടൽ പിളർത്തി രക്ഷപ്പെടുത്തുകയുണ്ടായി. നോക്കൂ, ഒരു വലിയ നാട് മിസ്ർ. ഫറഔൻ അഹങ്കരിക്കാൻ മാത്രം പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ നാട്ടിന്റെ അധികാരം എനിക്കല്ലേ എന്ന് പറഞ്ഞവൻ പ്രത്യേകമായി മേന്മ പറഞ്ഞിരുന്നു. അലൈസ ലി മുൽക്കു മസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഫറഔൻ ചോദിച്ച ചോദ്യമാണ്. അലൈസ ലി മുൽക്കു മസ്റ, എനിക്ക് ഈ മിസ്റിന്റെ അധികാരമില്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികൾ എനിക്കു കീഴിലല്ലേ ഒഴുകുന്നത്? അഫലാ തുബ്സിറൂൻ, കാണുന്നില്ലേ നിങ്ങൾ? നോക്കൂ, ഇങ്ങനെ അവൻ മേനി പറഞ്ഞിരുന്ന സമ്പുഷ്ടമായ സമ്പന്നമായ ആ നാടും കൊട്ടാരങ്ങളും എല്ലാം അവനിൽ നിന്ന് അതാ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു നീക്കുകയാണ്. അവനെയും അവന്റെ ആളുകളെയും ഒറ്റയടിക്ക് റബ്ബ് നശിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞതുപോലെ كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين. كم تركوا من جنات وعيون, എത്ര തോട്ടങ്ങളും അരുവികളുമൊക്കെയാണ് അവർ ഉപേക്ഷിച്ച് വിട്ടേച്ചു പോയത്. وزروع ومقام كريم, ഒരുപാട് കൃഷിയിടങ്ങൾ, മാന്യമായ എത്രയോ ഇടങ്ങൾ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ ഉല്ലസിച്ചിരുന്ന അനുഭവിച്ചിരുന്ന സുഖാഡംബരങ്ങൾ. കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ, അങ്ങനെയാണ് നാം അത് മറ്റൊരു ജനതക്ക് അഥവാ ഇസ്രായേലർക്ക് അത് അവർക്ക് ശേഷം അനന്തരമായി നൽകി. ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ, അവർക്ക് അല്ലാഹു സമയം നീട്ടിക്കൊടുത്തതുമില്ല. നോക്കൂ, ആകാശമോ ഭൂമിയോ അവരുടെ നാശത്തിൽ കരയാൻ, അവരുടെ വേർപാടിൽ ദുഃഖിക്കാൻ ഭൂമിക്കോ ആകാശത്തിനോ ഒരു പ്രയോജനം അവരെ കൊണ്ടുണ്ടായിരുന്നില്ല. നോക്കൂ, ഒരു കൂട്ടം ആളുകളെ കൊണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് അവന് ചുറ്റും ജീവിക്കുന്ന ജന്തുക്കൾക്കും നാട്ടിനും അവിടെയുള്ള മരങ്ങൾക്കും വരെ
അവന്റെ സാലിഹായ പ്രവർത്തനങ്ങളുടെ പ്രയോജനമുണ്ടാകുമെന്നാണ്. നേരെ തിരിച്ച് ഒരുവന്റെ തിന്മകളുടെ ഉപദ്രവം അവന്റെ ചുറ്റുമുള്ളവർക്ക് കൂടി അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളുടെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാണ്. നോക്കൂ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻ. മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻ. ചില ആളുകൾ മുസ്തരീഹാണ് അഥവാ ആശ്വാസം അടയുന്നവനാണ്. മുസ്തറാഹുൻ മിൻ, മറ്റു ചിലരെ കൊണ്ട് ജനങ്ങൾ ആശ്വാസത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മുസ്തരീഹ്? മുഅ്മിനാണ്. അവന് ആശ്വാസം ലഭിക്കുന്നു മരിക്കുന്നതോടെ ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കുടുക്കുകളിൽ നിന്ന് റാഹത്തിലേക്ക് അവൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ വേളയിൽ മകൾ ഫാത്തിമയോട് റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, ഫാത്തിമ പറഞ്ഞു, വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് ഇന്ന് എന്തൊരു പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ കർബ അലാ അബീക ബഅദ അൽ-യൗം, മോളെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് യാതൊരു പ്രയാസവുമില്ല. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മൗത്ത് അവന് റാഹത്താണ്. മുഅ്മിനിന്റെ ദുആവും അതാണ്, വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവേ, മരണത്തെ നീ എനിക്ക് എല്ലാ പ്രയാസത്തിൽ നിന്നുമുള്ള റാഹത്താക്കി നൽകണമേ. മുഅ്മിനിന്റെ പ്രയാസം ദുനിയാവിൽ അവന്റെ അവസാനത്തെ ദിവസം എന്നാണോ അന്നോട് അവസാനിക്കും. പിന്നീട് അവന് പോകാനുള്ളത് റൗഹിലേക്ക്, റൈഹാനിലേക്ക്, അവനെ തൃപ്തിപ്പെടുന്ന റബ്ബിലേക്ക്, സ്വർഗത്തിന്റെ പരിമണത്തിലേക്കും സുഗന്ധത്തിലേക്കും ശാലതയിലേക്കും ഒക്കെയാണ് അവന് പോകാനുള്ളത്. അവന് സന്തോഷ വാർത്തയാണ് മരണവേളയിൽ അറിയിക്കപ്പെടുക. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഇതാണ് മുഅ്മിൻ കേൾക്കുന്നത്. ശാന്തി അടഞ്ഞ, സമാധാനമടഞ്ഞ ആത്മാവേ, പുറപ്പെട്ടു പോകൂ, വരൂ. ഫദ്ഖുലി ഫി ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ, നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ, എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നാണ് അവന് ലഭിക്കുന്ന സന്തോഷ വാർത്ത. മലായിക്കത്ത് അവന്റെ അരികിൽ വന്നുകൊണ്ട് പറയും, നിങ്ങൾ ഇനി പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ കൂട്ടുകാരാണ് ഞങ്ങൾ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതുണ്ട്. നുസുലൻ മിൻ ഗഫൂറിർ റഹീം, ഗഫൂറും റഹീമുമായ, ഏറെ പൊറുക്കുന്ന, ഏറെ കരുണ ചൊരിയുന്ന റബ്ബിന്റെ നുസുലാണ്. നുസുൽ എന്നാൽ എന്താണ്? വിരുന്ന് എന്നാണ് അർത്ഥം. നുസുൽ അത് എപ്പോഴും ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല, എപ്പോഴും ഒരുക്കി വെക്കുന്നതല്ല, മറിച്ച് അതിഥികൾ വരുമ്പോൾ സ്വർഗം, അത് റബ്ബിന്റെ നുസുലാണ്. നോക്കൂ, ഇതാണ് മുഅ്മിനിന്റെ അവസാനം. എന്നാൽ മുഅ്മിനല്ലാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞ മുസ്തറാഹും മിൻഹു, അവനെ കൊണ്ട് അവന്റെ മരണത്തോടെ റാഹത്താകും. ആർക്കൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്തരീഹു മിൻഹു അൽ-ഇബാദു വൽ-ബിലാദു വശ്-ശജറു വദ്-ദവാബ്. അവൻ ചത്താൽ ആശ്വസിക്കും ആളുകൾ, അള്ളാഹുവിന്റെ അടിമകൾ, അതുപോലെ അള്ളാഹുവിന്റെ ഈ ഭൂമി, നാട്, മരങ്ങൾ, ജന്തുക്കൾ പോലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും ആലോചിക്കണം, നമ്മൾ മരിച്ചാൽ ഇതിലേതാണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിലേതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തിന്മകൾ ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് മിണ്ടാ പ്രാണികൾ പോലും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ്. കാരണം എന്താണ്? കാരണം തിന്മകളുടെ അനന്തര ഫലം അത് വളരെ വലുതാണ്. തിന്മകൾ കാരണത്താൽ അള്ളാഹുവിന്റെ ബറക്കത്ത്, ഭൂമിയിൽ അള്ളാഹു നിശ്ചയിക്കുന്ന ബറക്കത്ത് കുറയും. എന്നാൽ ഇസ്തിഗ്ഫാർ, പാപമോചനം കൊണ്ട്, നന്മകൾ കൊണ്ട് ഭൂമിയിൽ ബറക്കത്ത് ലഭിക്കും. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, ജന്തുജാലങ്ങളും മറ്റും ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ തിന്മകൾ കാരണത്താൽ ലോകം നശിച്ചുപോയേനെ. മഴയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഇസ്തിഗ്ഫാറിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്, ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. ഇതുകൊണ്ട് നോക്കൂ,
സാലിഹായ അമൽ കയറിപ്പോകാത്ത ഒരു ജനത ജീവിക്കുന്ന നാട്ടിൽ എന്ത് നന്മയാണുള്ളത്? ഈമാനിന്റെ നനവില്ലാത്ത, സൽപ്രവർത്തനങ്ങളുടെ ആർദ്രതയില്ലാത്ത വരണ്ട ഭൂമി, അതായിരിക്കും കുഫറിന്റെ, തിന്മയുടെ, വൃത്തികെട്ട ആളുകളുടെ അവരുടെ ഇടങ്ങൾ ഈ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത് ഫറഔനെയും കൂട്ടരെയും കുറിച്ച്? ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർദ്. അവർ ചത്ത് നശിച്ചപ്പോൾ ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് മരണം ഏത് രൂപത്തിലാകണം എന്നത് നമ്മെ അലട്ടേണ്ട കാര്യമാണ്. നമ്മുടെ മുൻഗാമികളുടെ ഉറക്കം കളഞ്ഞ അവരുടെ വിരിപ്പുകളിൽ അവരുടെ മനസ്സിളക്കിയ, അവർ വിറകൊള്ളിച്ച കാര്യമാണെന്ത്? അന്ത്യം എങ്ങനെയായിരിക്കും എന്ന കാര്യം. ഖാസിമത്ത് എന്തായിരിക്കും, എങ്ങനെയാണ് മരിക്കുക? അള്ളാഹുവിന്റെ നബിമാർ മക്കളോട് വസിയത്ത് നൽകിയ കാര്യമാണല്ലോ. വസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി, യാഖൂബ് നബിയും എല്ലാം മക്കൾക്ക് വസിയത്ത് നൽകിയ കാര്യമാണ്. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, ഈ ദീൻ അല്ലാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചുപോകരുത്. നമ്മുടെ മുൻഗാമികൾ തെറ്റുകളെ, തിന്മകളെ പേടിച്ചത് കേവലം അത് തെറ്റുകളാണ്, തിന്മയാണ് എന്ന കാര്യം മാത്രം ഓർത്തല്ല, പിന്നെയോ ഇതെന്റെ അന്ത്യസമയത്ത് എന്നെ പിടിച്ചേക്കുമോ എന്ന പേടിയായിരുന്നു അവരെ അലട്ടിയത്. ഇതെന്റെ അന്ത്യം മോശമാക്കുന്നതിലേക്ക് നയിച്ചേക്കും. ചില തിന്മകൾ അങ്ങനെയാണ്. ആളുകളുടെ അന്ത്യം അതുകൊണ്ട് മോശമായി തീരും. മോശമായ അന്ത്യത്തിലേക്ക് ആളുകൾ എത്തിച്ചേരും. പണ്ഡിതന്മാർ പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയുണ്ട്. എന്താണത്? ഒരു മസ്ജിദിൽ ബാങ്ക് വിളിച്ചിരുന്ന, അദാൻ വിളിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. പണ്ട് കാലത്ത് മസ്ജിദുകളിൽ ബാങ്ക് വിളിക്കുക മസ്ജിദിന്റെ മുകളിലേക്ക് കയറിയിട്ടാണ്. പണ്ഡിതന്മാർ അദാൻ വിളിക്കുന്ന ആൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന, മുസ്ലിമീങ്ങളുടെ സ്വകാര്യതകൾ സൂക്ഷിക്കുന്ന ആളായിരിക്കണം എന്നൊരു നിബന്ധന പറഞ്ഞത് കാണാം. അവരുടെ കാരണം ഇതാണ്. പഴയകാലത്ത് മുകളിൽ കയറിയിട്ടാണ് അദാൻ വിളിക്കുക. ചുറ്റുപാടുമുള്ള വീടുകളും അതിന്റെ ഉള്ളിലുള്ള വീടുകളുടെ അതിരുകൾക്കുള്ളിലുള്ള കാര്യങ്ങളുമൊക്കെ ചിലപ്പോൾ ഇയാൾ കണ്ടേക്കാം. കണ്ണു താഴ്ത്തണം. അവരുടെ സ്വകാര്യതകളിലേക്ക് നോക്കരുത്, അത് പരസ്യപ്പെടുത്തരുത്. ഇങ്ങനെ അദാൻ വിളിച്ചിരുന്ന ഒരാൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ അയാൾ നോക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഒരു നോട്ടമാണ് ഒരാൾ നോക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുത്ബിഇ നദ്റത നദ്റ, നീ നോട്ടത്തിന് പിന്നാലെ നോട്ടമയക്കരുത്. ഫഇന്ന ലക്കൽ ഊല, ആദ്യത്തേതിൽ നിനക്ക് കുറ്റമില്ല. കാരണം ആദ്യത്തേത് നോട്ടമല്ല, പക്ഷെ കണ്ടുപോകുന്നതാണ്. ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത കണ്ടുപോക്കാണ്. പക്ഷെ പിന്നീട് നീ കണ്ണ് അങ്ങോട്ടേക്ക് അയക്കുന്നു. നിന്റെ കണ്ണ് അങ്ങോട്ട് അയക്കുന്നു. അള്ളാഹുവിനറിയാം നിന്റെ മനസ്സിൽ എന്താണ് എന്ന്. രണ്ടാമത് അങ്ങോട്ട് അത് കാണാൻ വേണ്ടി നീ കണ്ണയക്കുമ്പോൾ നിന്റെ ഉള്ളിൽ എന്താണ് എന്ന് റബ്ബിനറിയാം. ആരും കാണാതെ നീ കണ്ണയച്ചതും മനസ്സിലെ നിന്റെ ഉദ്ദേശവും. അതാണ് അള്ളാഹു പറയാ, അലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഹൃദയങ്ങളിൽ മറച്ചുവെച്ചതും കണ്ണിന്റെ കട്ടുനോട്ടവും അള്ളാഹു അറിയുന്നു. സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഒരു വീട്ടിലേക്ക് കയറിപ്പോയി, അവിടെയുള്ള നിനക്ക് നോക്കാൻ പാടില്ലാത്ത അവിടെയുള്ള സ്ത്രീകളോ മറ്റോ ഉണ്ട്. നീ അവിടെ സദസ്സിലിരിക്കുന്ന ആരും അറിയാതെ നിന്റെ കണ്ണുകൾ അങ്ങോട്ട് അയക്കുമ്പോൾ റബ്ബിനറിയാം അവർ നഗ്നരായിരിക്കെ അത് കണ്ടിരുന്നുവെങ്കിൽ എന്ന് നിന്റെ മനസ്സിൽ ഉണ്ട് എങ്കിൽ അള്ളാഹുവിനതറിയാമെന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാം. ഇങ്ങനെ ഒരാൾ നോക്കി, അയാളുടെ മനസ്സിൽ ഈ സ്ത്രീയെക്കുറിച്ച് ഒരു വല്ലാത്ത രൂപത്തിൽ ചിന്തകൾ പൊട്ടിമുളച്ചു. അയാളുടെ മനസ്സിൽ അത് പതിഞ്ഞുപോയി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ആദ്യത്തെ വിലക്ക് അഥവാ നോക്കരുത് എന്ന കാര്യം പാലിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതേസമയം അതിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നീ ലംഘിച്ചാൽ അപ്പുറത്തുള്ളത് പിന്നീട് വന്നു ചേരുന്നത് തടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും.
നോട്ടം പിന്നീട് നിന്റെ മനസ്സിൽ ഒരു ചിന്ത ഇട്ടു തരും. അത് പിന്നെ ഓർമ്മകളായി മാറും. അത് പിന്നെ തീരുമാനത്തിലേക്ക്, അത് പിന്നെ കാര്യം ഉറപ്പിക്കുന്നതിലേക്ക്, ഹറാം ഉറപ്പിക്കുന്നതിലേക്ക്, പിന്നെ പ്രവൃത്തിയിലേക്കുമൊക്കെ നയിക്കും. നസ്അലുല്ലാഹു അൽ-ആഫിയ സലാം. തുടക്കം എന്തായിരിക്കും? ഒറ്റ നോട്ടമായിരിക്കും. നോക്കൂ, ഇദ്ദേഹം അത് നോക്കി പിന്നെ മനസ്സിലത് പതിഞ്ഞു. ഈ സ്ത്രീയെ പോയി വിവാഹം ആലോചിച്ചു. നോക്കുമ്പോ പെണ്ണ് നസ്രാനിയാണ്. നസ്രാനിയത്തെ ഒരു പെണ്ണാണ്. നടക്കുകയില്ല എന്ന് മനസ്സിലായി പിന്തിരിഞ്ഞു. പക്ഷെ വീണ്ടും വീണ്ടും മനസ്സിൽ ഇത് തന്നെ ചിന്തയാണ്. വീണ്ടും പോകുന്നു. അപ്പോ കിട്ടുന്ന മറുപടി എന്താണ്? ഇല്ല, നീ മുസ്ലിമാണ്, ഇതൊക്കെ വിവാഹം ചെയ്തു തരില്ല. മറിച്ച് നീ ഞങ്ങളുടെ മതം സ്വീകരിക്കണം, നസ്രാനിയാകണം. ഇയാളൊടുവിൽ ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ പെണ്ണിന് വിവാഹം ചെയ്യാം. അങ്ങനെ ഇയാൾ നസ്രാനിയായി ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് നിന്നാണ്. അപ്പൊ അവര് പറഞ്ഞത്രേ, പോരാ, നീ ഈ മസ്ജിദിന്റെ മുകളിൽ കയറി എപ്പോഴും ഇസ്ലാമിന്റെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതൊക്കെ പറയാറുണ്ടല്ലോ. ഇതുപോലെ ഈ വീട്ടിന്റെ മുകളിൽ കയറി നീ പ്രഖ്യാപിക്കണം, ഞാൻ നസ്രാനിയായിരിക്കുന്നത്. ആൾ ആ വീട്ടിന്റെ മുകളിൽ കയറി അത് പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് കാല് തെറ്റി വീണു, മരിച്ചു എന്ന. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു നോട്ടമാണ് അയാളെ നയിച്ചത്. അവസാനം ഈമാൻ നശിച്ച് കുഫറിലായി, കാഫറായി ചത്തുപോകുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അവസാനം എന്തായി പോകും എന്ന കാര്യം, അവസാനം എങ്ങനെയായി പോകും, ഈ കാര്യങ്ങൾ, പഴയ കാലത്ത് ജീവിച്ചു മരിച്ചുപോയ ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് ഈമാനികമായ പാഠമുണ്ട്. ഇത് കേവലം കഥകളല്ല. ബുദ്ധിയുള്ളവൻ ആരാണ്? അൽ ആഖിലു മൻ അഅ്തബറ ബിഗൈരിഹി. മറ്റുള്ളവരുടെ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാണ് ബുദ്ധിയുള്ളവൻ. എന്നാൽ ബുദ്ധി കൈമോശം വന്നവൻ ആരാണ്? മറ്റുള്ളവർക്കൊരു ഇബറത്തായി പോയവൻ, മറ്റുള്ളവർക്കൊരു ഗുണപാഠമായി പോയവൻ. അവന്റെ കഥ കേട്ടില്ലേ, അതുപോലെയായി പോകല്ലേ എന്ന ഒരു കഥാപാത്രമായി പോവുക, ആളുകൾ ഉദാഹരണമായി പറയുന്ന അവസ്ഥയിലെത്തിപ്പോവുക. നഊദു ബില്ലാഹ്. നോക്കൂ, കുഫറിന്റെ ഉദാഹരണമായി അള്ളാഹു പറഞ്ഞവർ ഫിർഔനും അവന്റെ കൂട്ടരും. അള്ളാഹു ഈ കഥ വെറുതെ പറയുന്നതല്ല, ഒരിക്കലും അതുപോലെ നശിച്ചു പോകരുത്. ശൈത്താൻ ആദ്യം പരിശ്രമിക്കുക സഹോദരൻ നിന്നെ കാഫറാക്കാനാണ്, അതിലായി നീ മരിച്ചു പോകാനാണ്. അവന്റെ ഒന്നാമത്തെ പരിശ്രമം അവിടെയാണ്. അതിന് സാധിച്ചില്ല എങ്കിൽ അടുത്തത്, അതിന് സാധിച്ചില്ല എങ്കിൽ അടുത്തത്, അത് സാധിച്ചില്ല എങ്കിൽ അടുത്തത്, ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ അന്തിമ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ അൽ മആസി ബരീദുൽ കുഫർ, തിന്മകൾ കുഫറിലേക്കുള്ള പാലമാണ്. കാരണം ഏത് തിന്മയിലും ഒന്നല്ല എങ്കിൽ ഒരു രൂപത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു നിഷേധ പ്രവണത ഉണ്ട് ഏത് തിന്മയിലും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, തിന്മയുടെ ചെറിയ ആ ചെറുപ്പം നീ നോക്കരുത്. ആരോടാണ് നീ ധിക്കാരം ചെയ്യുന്നത്, അവന്റെ വലിപ്പം നീ ചിന്തിക്കുക. തിന്മയുടെ അത് എത്ര ലഘുവാണെന്ന് നീ ആരോടാണ് ഈ ധിക്കാരം പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക. കാരണം അത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ചെറിയ തെറ്റാണ് എങ്കിലും വലിയ ബാധ്യതയുള്ളവരോട് ചെയ്യുമ്പോൾ അത് വലുതായി മാറും. അല്ലെ, നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന വാക്ക് വളരെ മുതിർന്ന ആദരിക്കപ്പെടേണ്ട ഒരാളോട് പറയുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചു. ചെറിയ സഹോദരനോട് പറയുന്നത് പോലെ അല്ലല്ലോ ഇപ്പോഴോട് സംസാരിക്കുക എന്നതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും വേകിയ എപ്പോഴും നമ്മൾ റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. ഒരു നിമിഷം പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹു ഇല്ലാതെ സാധ്യമല്ല. റബ്ബാകട്ടെ നമ്മെ കൊണ്ടൊരാവശ്യവും ഇല്ലാത്തവനാണ്. എന്നാൽ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് സമയത്തും റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. എന്നാൽ നമ്മുടെ തിന്മകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഓർക്കുക, തിന്മകൾ അത് കുഫറിലേക്കുള്ള വഴിയാണ്. അതിലായി മരിച്ചുപോയവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. ഒരിക്കലും അതിലായി മരിച്ചു പോകരുത്. അതുകൊണ്ട് ഇസ്ലാം മുറുകെ പിടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, ഇങ്ങനെ മിസ്റിൽ നിന്ന്, ഫിറഔനിന്റെ കൂട്ടരിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അള്ളാഹു മിസ്ർ അവിടെയുള്ള നിധികളും മറ്റും അള്ളാഹു പകരം നൽകിയെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്.
ഇസ്രായേൽ സന്തതികൾ മിസ്റിലേക്ക് ആദ്യം പോയി എന്നാണ്. എന്നിട്ട് അവർ അവിടെയുള്ള കാര്യങ്ങൾ അവർക്ക് അല്ലാഹു അനന്തരമായി നൽകി. അവിടെയുള്ള സ്ത്രീകൾ അവർ വിവാഹം ചെയ്തു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മിസ്റിൽ അന്നു മുതൽ ഇബ്നു കസീർ പറയുകയാണ്, ഈ കാലം വരെ, ഇബ്നു കസീറിന്റെ കാലം വരെ സ്ത്രീകൾ പുരുഷന്മാരെ ഭരിക്കുക എന്നൊരു അവസ്ഥ ഉണ്ട് എന്ന്. എന്തുകൊണ്ടാണ്? കാരണം ഇവർ വലിയ ആളുകളായിരുന്നു ഈ സ്ത്രീകൾ. പുരുഷന്മാരാകട്ടെ അവരുടെ അടിമകളായി ജീവിച്ചവരായിരുന്നു. അവരാണ് പിന്നെ വിവാഹം ചെയ്യുന്നത്. ഈ സ്വഭാവം അന്ന് മുതൽ ഈ കാലം വരെ ഉണ്ട് എന്ന് കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലം വരെയുള്ള കാര്യം പറയുകയാണ്. അല്ലാഹു അലം. പിന്നീട് നോക്കൂ, അവർ മിസ്റിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ്. അവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയ ഭൂമിയുണ്ട്, അർദുൽ മുഖദ്ദസ, അഥവാ പരിശുദ്ധമായ ഭൂമി, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും. അത് അല്ലാഹു അവർക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം മുഖേന തന്നെ വാഗ്ദാനം നൽകിയിരുന്നു. അങ്ങനെ അവർ മിസ്റിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഈജിപ്തിൽ നിന്ന് പോകുന്ന വഴിയിൽ അവർ ഒരു കാഴ്ച കാണുകയാണ്. എന്താണത്? യഅ്കുഫൂന, അവർ ഒരു ജനതയുടെ അരികിലൂടെ കടന്നുപോയി. എന്താണ് അവർ ചെയ്യുക? യഅ്കുഫൂന അലാ അസ്നാമിൻ ലഹും, അവരുടെ ബിംബങ്ങൾക്കരികിൽ ഉഖൂഫ് നടത്തുന്ന ചില ആളുകൾ. ഉഖൂഫ് എന്നാൽ എന്താണ്? അഥവാ ഇഅ്തികാഫ് എന്ന വാക്കുമായി ആ പദമാണത്. ഇബാദത്തിന്റെ ഭാഗമാണ്. തങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വലിയിന്റെയോ മറ്റോ ഇടത്ത് ചുറ്റിക്കൂടുന്ന ആളുകളെ കണ്ടില്ലേ? അവിടെ ഉള്ള വലിയിനെ ആരാധിക്കുന്നവർ, ചില ദർഗകൾ കാണാം, നിങ്ങളെടുത്ത് നോക്കിയാൽ അവിടെ സ്ഥിരം അവിടെ ചുറ്റിക്കൂടുന്ന ചില ആളുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നാൽ ചില നാടുകളിൽ ജുമുഅ നടക്കുന്ന സമയത്ത് പുറത്ത് ജുമുഅ നടക്കുന്ന തൊട്ടടുത്ത് ദർഗയുണ്ട്. നമുക്ക് നേരിട്ട് പരിചയമുള്ള സ്ഥലങ്ങളുണ്ട്. തൊട്ടടുത്ത് ദർഗ. ഇവൻ ദർഗ ഖബറിന്റെ അടുത്ത് നിന്ന് പുറത്തിറങ്ങൂല, മസ്ജിദിലേക്ക് പോവുക പോലുമില്ല. അതിനാണ് ഉഖൂഫ് എന്ന് പറയുക. ഖബറാളിയെ ഇബാദത്ത് അവൻ ചെയ്യുന്നുണ്ട് എന്നതിനുള്ള ശരിയായ അടയാളമാണ്. ഖബറാളിയെ അവിടെ ചുറ്റിക്കൂടി ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക. ദർഗകളിൽ അവിടെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന കാലങ്ങൾ താമസിക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്തുള്ള വളരെ കുപ്രസിദ്ധമായ ദർഗകൾ, അജ്മീർ പോലെ, അതുപോലെ ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന ഏർവാടി പോലെ, അവിടെ തന്നെ താമസിക്കുന്ന ആളുകളുണ്ട്. ഈ വലിയ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവിടെ ചുറ്റിക്കൂടുന്ന ആളുകൾ. അതോടൊപ്പം ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ തിന്മകളൊക്കെ അതിന് ശേഷമാണല്ലോ. അങ്ങനെയുള്ള പല തിന്മകൾക്കും വൃത്തികേടുകൾക്കും അറിയപ്പെട്ടതാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ. അതിൽ അത്ഭുതമില്ല. കാരണം ശിർക്ക് താഴെയാണ് ബാക്കിയൊക്കെ വരുന്നത്. ഇവരുടെ ദീൻ അതിന്റെ അടിത്തറ പോയാൽ പിന്നെ വേറെ എന്ത് മര്യാദയാണ് അവനിൽ ഉണ്ടാവുക? ബിംബങ്ങൾക്ക് ഇതിങ്ങനെ അവിടെ ഉഖൂഫ് നടത്തുന്നു എന്നാണ് അല്ലാഹു പറയുക. അവിടെ ഇങ്ങനെ പറ്റിക്കൂടി ഭജനമിരിക്കുക. ഇത് ശിർക്കിന്റെ ഏത് ശിർക്കിന്റെ ഇടങ്ങളിലും ഇങ്ങനെയുള്ള അതിനെ ആരാധിക്കുന്നവരെ ഇങ്ങനെ കാണാം. അങ്ങനെ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കാൻ, ഇസ്രായേലിയർ എന്ന് പറഞ്ഞ അവരെല്ലാവരുമല്ല, അവരിൽ ചിലർ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ, ഇങ്ങനെ കണ്ട് ആരാധിക്കാൻ പറ്റിയ ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തന്നാലും. യാ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഫിറഔനിൽ നിന്ന് കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ ഈ ആയത്തുകളൊക്കെ കൺമുന്നിൽ കണ്ട ജനതയാണ് മൂസാ നബിയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ ഇന്ന ഹൗലാഇ മുതബ്ബറും മാ ഹും ഫീഹി. നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനതയാണ്. ഇതാ ഇവരും ചെയ്യുന്നതുമൊക്കെ നശിക്കാൻ പോകുന്ന കാര്യമാണ്. മൂസ അലൈഹിസ്സലാമിന്റെ സബർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ആ ഖൗമിൽ നിന്ന് നേരിട്ടത്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രയാസമുണ്ടാക്കുന്ന വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റഹിമല്ലാഹു മൂസ ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ. ഇതിനേക്കാളും എത്രയോ മൂസ അലൈഹിസ്സലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഇതിനേക്കാളും എത്രയോ മൂസ അലൈഹിസ്സലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെ ഓർത്തിട്ടുണ്ട്. അങ്ങനെ ആ ഖൗമിൽ നിന്ന്
ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. വേണ്ടാത്ത ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ വരുന്നുണ്ട്. അള്ളാഹു അങ്ങനെ ആകരുത് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ. മൂസ അലൈഹിസ്സലാമിനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാകരുത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു അതുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബൽ വമൻ യതബദ്ദൽ الكفر بالإيمان فقد ضل سواء السبيل. മൂസ അലൈഹിസ്സലാമിനോട് മൂസാ നബിയുടെ ജനത ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ നബിയോട് ചോദിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഈമാന് പകരം കുഫർ വാങ്ങുന്നവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇവരിങ്ങനെ ചോദിച്ചു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോട് ഉപമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ട ജാഅത്തു അൻവാത്തിന്റെ സംഭവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്കയ്ക്ക് ശേഷം, മക്ക വിജയത്തിന് ശേഷം പോയി ഹുനൈനിലേക്ക്. അവിടെയാണ് തായിഫുകാരും അതുപോലെ തായിഫ് യുദ്ധവും ഹുനൈനും ഇത് രണ്ടും അടുപ്പിച്ച് നടന്ന ഒന്ന് മറ്റേതിന്റെ ബാക്കി തന്നെയാണ്. സഖീഫ് ഗോത്രവുമായുള്ള യുദ്ധമായിരുന്നു അത്. ഖുറൈശികൾ കഴിഞ്ഞാൽ പിന്നെ ശക്തരായ ആളുകൾ ആരാണ്? സഖീഫ് ഗോത്രമാണ്. ഇവർ രണ്ടും ഏതാണ്ട് തുല്യ ശക്തരായിരുന്നു ആ കാലത്ത്. ഖുറൈശികൾ ഒന്നാകെ ഇസ്ലാമിലേക്ക് വന്നിട്ടും അവർ വരാതിരുന്നെങ്കിൽ അത്രയും കടുപ്പമുള്ള ആളുകളായിരുന്നു. കാരണം ബാക്കി പല ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് വരാൻ ഫത്ഹ് മക്കയോടെ വഴിയൊരുങ്ങി. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു പറയുന്നത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിന്റെ സഹായവും ഫത്ഹും വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സൂചിപ്പിക്കുന്ന സൂറത്താണത്. അതോടൊപ്പം ഫത്ഹു മക്ക അവിടെ ഉദ്ദേശമാണ് ആയത്തിൽ. അല്ലാഹുവിന്റെ സഹായവും മക്ക വിജയവും വന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ നബി അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അവനെ സ്തുതിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക. അല്ലാഹു ഇറപ്പൊറുക്കുന്നവനാണ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് മക്ക വിജയത്തിന് ശേഷം കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്? കാരണം പല അറബ് ഗോത്രങ്ങളും പറഞ്ഞു അവർക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള തടസ്സം ഇത് മാത്രമായിരുന്നു. അവർ പറഞ്ഞു നമുക്ക് നോക്കാം മക്കക്കാരുമായി എന്താണ് ഈ നബിയാണെന്ന് വാദിക്കുന്ന മുഹമ്മദിന് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നവർ പറഞ്ഞു. കാരണം മക്കയെ അള്ളാഹു അബ്രഹത്തിൽ നിന്ന് സംരക്ഷിച്ച കാര്യം അവർക്കറിയാം. അതുകൊണ്ട് മക്ക വിജയിച്ചോ, മക്ക ജയിച്ചിറക്കിയത് അള്ളാഹുവിന്റെ യഥാർത്ഥ നബിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുവരെ കാത്തിരിക്കുക എന്ത് സംഭവിക്കുന്നു എന്ന് പല അറബ് ഗോത്രങ്ങളും പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നബിക്ക് അള്ളാഹു വിജയിപ്പിച്ച് നൽകിയപ്പോൾ അവർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. അതാണ് ആ സൂറത്തിലുള്ളത്. നോക്കുന്നത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് താങ്കൾ കണ്ടതാണ്. അതിന് കാരണമായത് ഈ വിജയമായിരുന്നു. അപ്പൊ നോക്കൂ, അതിനും ശേഷം കാരണം സഖീഫ് ഗോത്രം എന്നിട്ടും എന്ത് ചെയ്തില്ല? ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല. അവർ ഹുനൈനിലും തായിഫിലുമൊക്കെ തമ്പടിച്ചു. വളരെ ശക്തരായിരുന്നു അവർ. അതുകൊണ്ടാണ് ഹുനൈനിൽ ഇത്രയും അധികം മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് തുടക്കത്തിൽ എന്ത് സംഭവിച്ചു? പാളിച്ച സംഭവിച്ചു. മുസ്ലിമീങ്ങൾ ചിലർ പറഞ്ഞു ഹുനൈനിലേക്ക് പോകുമ്പോൾ ഇന്ന് എണ്ണം ആളില്ലാത്തത് കൊണ്ട് നമ്മൾ പരാജയപ്പെടാൻ പോകുന്നില്ല. കാരണം മുസ്ലിമീങ്ങൾ അത്രയധികം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഉണ്ടായത്? അല്ലാഹു ഖുർആൻ പറഞ്ഞു ഇദ് അഅജബത്കും കസറതുകും ഫലം തുഗ്നി അൻകും ശൈഅ. നിങ്ങളുടെ എണ്ണത്തിൽ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തി. നമ്മൾ കുറെ ആളുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് അള്ളാഹു പറയുക. അള്ളാഹു മലായികത്തിനെ ഇറക്കി സഹായിച്ചു. എവിടെ? ഹുനൈനിലും. ബദറിൽ എന്ന പോലെ ഹുനൈനിലും. സൂറത്തു തൗബയിൽ നമുക്കത് കാണാം. പക്ഷേ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ബദറിലാണ് മലായികത്തിറങ്ങി യുദ്ധം ചെയ്തിട്ടുള്ളത് എന്ന്. ബാക്കിയുള്ള ഇതുപോലുള്ള ഹുനൈനിലും മറ്റും മലായികത്തിറങ്ങി അവരെ ഭീതിപ്പെടുത്തി, അവരുടെ ഹൃദയത്തിൽ ഭീതിയിട്ട് കൊടുക്കുകയാണ്, അവരെ പേടിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വല്ലാഹു തആല അലം, വല്ലാഹു അലം. ചിലർ അങ്ങനെ പറഞ്ഞത് കാണാം. അപ്പൊ നോക്കൂ, ഹുനൈനിൽ എന്തുണ്ടായി? മുസ്ലിമീങ്ങൾക്ക് ആദ്യം പാളിച്ചുണ്ടായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് സഹായിച്ചു. അതിനുശേഷം അവർ തായിഫിലേക്ക് നീങ്ങി. പക്ഷേ തായിഫ് വിജയിച്ചിറക്കിയില്ല. ശക്തമായി കോട്ടയിൽ കയറിയവർ പ്രതിരോധിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മടങ്ങി. പിന്നീട് തായിഫുകാർ സ്വമേധ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. തഖീഫ് ഗോത്രം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു.
അപ്പൊ നോക്കൂ, ഈ യാത്രക്കിടയിൽ മക്കയിൽ വെച്ച് പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈമാൻ ഉറച്ചിട്ടില്ലാത്തവരായിരുന്നു പലരും. അവർ ചിലർ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം, തഖീഫ് ഗോത്രക്കാരുടെ കീഴിൽ എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഖുറൈശിയായ ഒരാളുടെ കീഴിൽ അടിമയായി, ഖുറൈശിയായ ഒരാളുടെ കീഴിൽ ആയാലും എനിക്ക് കുഴപ്പമില്ല. ഖുറൈശി അറിയാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പലരെയും ഇത് പിടികൂടിയിരുന്നു, ഹമിയ. എന്തായാലും ഖുറൈശിയാണല്ലോ, പോകാം. എന്നാൽ നോക്കൂ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ചിലപ്പോൾ കടന്നു വരുമ്പോൾ അവരുടെ ഈമാൻ അത്ര ശക്തമല്ലെങ്കിലും അത് പിന്നീട് അവരുടെ ഇസ്ലാം ധാരാളം പേരെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ കാണാം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് ഹസുന ഇസ്ലാമോ, അദ്ദേഹത്തിന്റെ ഇസ്ലാം നന്നായി ശരിയായ ഇസ്ലാമായി മാറി. ചിലപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മറ്റെന്തെങ്കിലും കാരണത്തിലായിരിക്കും. ചിലപ്പോ ഒരാൾ ദുനിയാവ് ആശിച്ചിട്ട് ആയേക്കാം, പക്ഷെ പിന്നീട് അവന് ദുനിയാവിനേക്കാളും അതിലുള്ള സകലതിനേക്കാളും ഇഷ്ടം ഇസ്ലാമായി മാറും. അങ്ങനെ സംഭവിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? തഅലീഫ് നടത്തിയിരുന്നു. ഫത്ഹിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ആളുകൾക്ക് കൊടുക്കൽ അത് വല്ലാത്ത കൊടുക്കലാണ്. 100 ഒട്ടകങ്ങളെ ഒക്കെ വെച്ച് അപ്പോൾ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് ഹുനൈനിനും മറ്റും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, ചിലർക്ക് ഞാൻ കൊടുക്കും, പക്ഷെ ഞാൻ കൊടുക്കാത്ത ആളെയായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. നബി പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ചിലർക്ക് ഞാൻ കൊടുക്കും, പക്ഷെ ഞാൻ കൊടുക്കാത്ത ആളെയായിരിക്കും എനിക്ക് കൊടുത്ത ആളെക്കാളും ഇഷ്ടം. ഞാൻ എന്തിനാണ് ചിലർക്ക് കൊടുത്തത്? ഇനി ഇതിന്റെ പേരിൽ കുഫറിലേക്ക് പോകണ്ട. കാരണം അവർക്ക് ഈമാനിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു സഹായം വേണ്ടി വരും. മറ്റേ ആളുടെ ഈമാൻ അത്രയും ശക്തമായിരിക്കും, ഒന്നുമില്ലെങ്കിൽ അവിടെ നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, ചിലർക്ക് ഞാൻ കൊടുക്കും, ചിലർക്ക് ഞാൻ കൊടുക്കാതിരിക്കും. അവരുടെ ഈമാനിൽ ഞാൻ അവരെ വിട്ടേക്കും. കൊടുക്കാത്തവരായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. മിൻഹും അംർ ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രത്യേകം എടുത്തു പറയാം. ആ സഹാബി പറഞ്ഞു, എനിക്ക് ദുനിയാവിനേക്കാളും സകലതിനേക്കാളും ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ നബി. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഈ യാത്രക്കിടയിൽ ഹുദസാഉ അഹദിൻ ബിൽ ഇസ്ലാം, ഹുദസാഉ അഹദിൻ ബിൽ കുഫർ, കുഫറിൽ നിന്ന് അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന പലരും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു മരം കണ്ടു. എന്താണ് ആ മരം അറിയപ്പെടുന്നത്? ദാതു അൻവാത്ത്. മുശ്രിക്കുകൾ ആയുധങ്ങൾ തൂക്കിയിടുന്ന മരമായിരുന്നു. അവിടെ തൂക്കിയിട്ടിട്ട് അത് കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അവരിൽ ഈ പുതിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. നബി അവർക്കൊരു ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ദാതു അൻവാത്ത് ഏർപ്പെടുത്തി തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഖുൽതും വല്ലദി നഫ്സി ബിയദിഹി കമാ ഖാലത് ബനു ഇസ്രായീൽ ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ്, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ബനു ഇസ്രായീൽ മൂസാ നബിയോട് ചോദിച്ച പോലത്തെ ചോദ്യമാണ്. അവർക്ക് ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഏർപ്പെടുത്തി തരൂ. നോക്കൂ നിങ്ങൾ, എന്തിനോടാണ് ഈ ഉപമിച്ചത് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടാണ് ഈ ഉപമിച്ചത് എന്ന്. കാരണം തബറുക്ക് എന്ന് പറയുന്നത് അതിന്റെ ശരിയായ രൂപത്തിലല്ല എങ്കിൽ അത് ശിർക്കിലേക്ക് എത്തിച്ചേരും. തബറുക്ക്, ബറക്കത്തെടുക്കുക എന്നത്. ഇസ്ലാമിൽ ശരിയായ തബറുക്കുണ്ട്, എന്നാൽ ശിർക്കിയായ തബറുക്കുമുണ്ട്. തബറുക്ക്, ബറക്കത്തെടുക്കുക, അത് ശരിയാകണോ ശറഈയാകണോ എങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഈ 3 പൂർത്തിയായാൽ മാത്രമേ തബറുക്ക് ശരിയാവുകയുള്ളൂ. ഒന്ന്, എന്തിൽ നിന്നാണോ നമ്മൾ ബറക്കത്തെടുക്കുന്നത് അതിൽ ബറക്കത്തുണ്ട് എന്ന് തെളിഞ്ഞിരിക്കണം. ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട്, ഖുർആനിലോ സുന്നത്തിലോ വന്നിരിക്കണം എന്ത്, അതിൽ ബറക്കത്തുണ്ട്. അല്ലാതെ നിന്ന് ബറക്കത്തെടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസമിനെ കുറിച്ച് പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹ്. സംസം വെള്ളം അത് എന്തിനു വേണ്ടി കുടിച്ചുവോ അതിനുള്ളതാണ്. ഈ ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ എന്ത് ആഗ്രഹം വെച്ച് കുടിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി തരും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ ഒരു മുഅ്മിൻ വിശ്വസിച്ചിരിക്കണം. എന്നാലേ അവന്റെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിലുള്ള ഈമാൻ ശരിയാവും, അല്ലെങ്കിൽ അവന്റെ ഈമാൻ ശരിയാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തെ കുറിച്ച് പറഞ്ഞു, തആമു തഅമിൻ വശിഫാഉ സഖ്മിൻ. തആമു തഅമിൻ വശിഫാഉ സഖ്മിൻ, ഭക്ഷണത്തിന് പകരമാണ്,
ഭക്ഷണത്തിന് പകരം വിശപ്പടങ്ങും കുടിച്ചാൽ. അതുപോലെ രോഗത്തിന് ശമനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം എനിക്ക് ഇമാം ദഹബിയുടെ വിജ്ഞാനം, ഹദീസുകളുടെ കാര്യത്തിൽ, റിജാലുകളുടെ കാര്യത്തിൽ ഇമാം ദഹബിയുടെ വിജ്ഞാനം എനിക്ക് നൽകണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് കുടിച്ചിട്ടുണ്ട് എന്ന്. മുൻഗാമികളുടെ പാരമ്പര്യമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട് അതിലുപരിയായി. അതുകൊണ്ട് അത് ഒരിക്കൽ ദുനിയാവിന്റെ പരലോകത്തിന്റെ ആഗ്രഹം എന്താണ് അത് വെച്ച് കുടിച്ചോളൂ. അള്ളാഹു നിറവേറ്റി തരും ഇൻഷാ അള്ളാഹ്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഖുർആനിലും സുന്നത്തിലും ദലീൽ വരണം ഇന്ന കാര്യത്തിൽ ബറക്കത്തുണ്ട് എന്ന്. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. അതില്ലാത്തതിൽ എന്ത് ചെയ്യരുത്? ബറക്കത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇതാ ഇന്ന സ്ഥലത്ത് കിണറുണ്ട്, എന്താ അവിടെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലെ അവിടെ കിടക്കുന്ന ആൾ പണ്ട് അതിൽ ഊതിയിട്ടുണ്ട് അത്രേ. അയാൾ ഊതിയതുകൊണ്ട് ആ കിണറ്റിലെ വെള്ളം മുഴുവൻ ബറക്കത്തുള്ള വെള്ളമാണ്. നോക്കൂ നിങ്ങൾ, ഈ ആളുകളാണ് ചോദിക്കുന്നത് എന്ത്? ചിലപ്പോ തൗഹീദിന്റെ ആളുകളോട് ചോദിക്കുന്നത് കാണാം, നിങ്ങൾ ഇതൊക്കെ ശിർക്ക് എന്ന് പറയുന്ന ആളുകളാണ്, നിങ്ങൾ എന്തിനാണ് പിന്നെ സംസം വെള്ളം കുടിക്കുന്നത്? ഇവരെ വാദപ്രകാരം ബറക്കത്തെടുക്കുക, എവിടെയെങ്കിലും ഖുർആനിലും സുന്നത്തിനും ബറക്കത്തുണ്ട് എന്ന് പറയപ്പെട്ട ബറക്കത്ത് നമ്മൾ എടുത്താൽ ഇവർ പറയുന്ന ബറക്കത്തൊക്കെ അത് നമ്മൾ എടുക്കണം, എന്നാലേ ഇതെടുക്കാൻ പാടും. പിന്നെ നിങ്ങൾ എന്തിനാണ് സംസം വെള്ളം കുടിക്കുന്നത്? സംസം വെള്ളം കുടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും തൗഹീദുള്ളവരോട്. നിങ്ങൾ എന്തിനാണ് ഹജ്ജിന് പോകുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കും, നമ്മളിതൊക്കെ ചെയ്യുന്ന അള്ളാഹു പഠിപ്പിച്ചുകൊണ്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടാണ്. ശ്രദ്ധിക്കും നിങ്ങൾ, യഥാർത്ഥത്തിൽ നേരെ തിരിച്ചല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് കൂട്ടരെ സംസം വെള്ളം കുടിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ ഇയാൾ ഊതിയ വെള്ളം ഉണ്ടല്ലോ, പിന്നെ ഇത് കുടിക്കുന്നത്? തിരിച്ചാണ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് കൂട്ടരെ കഅബ തവാഫ് ചെയ്യുന്നത്? അജ്മീറിന്റെ ദർഗ തവാഫ് ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ, അതിന് ചുറ്റും ഖബറിന് ചുറ്റും നടന്ന് തവാഫ് ചെയ്യുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ശരിയായ ശിർക്കാണത്. തവാഫ് എന്ന് പറയുന്നത് ദുനിയാവിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ചെയ്യാൻ പറ്റുക ഒരേ ഒരിടത്ത് മാത്രമാണ്. ഏതാണ്? അള്ളാഹുവിന്റെ കഅബയാണ്, അള്ളാഹുവിന്റെ ബൈത്താണ്. അതല്ലാതെ മറ്റൊന്നും തവാഫ് ചെയ്യാൻ പാടില്ല. തവാഫ് ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ആ തവാഫ് ചെയ്യുന്ന ഏത് ഖബറിനെയാണോ തവാഫ് ചെയ്യുന്നത് അവൻ ആ ഖബറാളെ അവൻ ഇബാദത്ത് ചെയ്യുകയാണ്. മനസ്സിലായി? കഅബയല്ലാതെ തവാഫില്ല. അതുപോലെ നോക്കൂ, മുസ്ലിമീങ്ങൾ ഒരു കല്ലും ചുംബിച്ച് ബറക്കത്തെടുക്കുകയില്ല. ഒരു കല്ലും ചുംബിക്കുകയില്ല. പുണ്യം പ്രതീക്ഷിച്ച് ഒരു കല്ലും ചുംബിക്കുകയില്ല. ഏത് കല്ലല്ലാതെ? ഹജറുൽ അസ്വദ് അല്ലാതെ ചുംബിക്കുകയില്ല, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞെന്താ? അലമു അന്നക ഹജർ ലാ തദുർ വലാ തൻഫഅ വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. എന്തിനാണ് ഉമർ ഇത് പറയുന്നത്? കൂടെയുള്ളവരെ പഠിപ്പിക്കാനാണ്. ഇപ്പൊ നോക്കൂ, എന്നാൽ ഇവിടെയെല്ലാം ഇത്തരക്കാരായ ആളുകൾ മുത്തിമണത്തിട്ടും മറ്റും ബറക്കത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലായിരിക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, ഖുർആനിലും സുന്നത്തിലും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞത് ആയാൽ മാത്രം പോരാ. പിന്നെയോ അതിൽ നിന്ന് ബറക്കത്തെടുക്കേണ്ട രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. തോന്നിയതുപോലെ ആകാൻ പാടില്ല. മസ്ജിദുകൾ, ഞാൻ ഉദാഹരണം പറയാം. മസ്ജിദുകൾ, പള്ളികൾ ബറക്കത്തുള്ള ഇടങ്ങളാണ്. പക്ഷെ എങ്ങനെയാ മസ്ജിദുകൾ ബറക്കത്തെടുക്കേണ്ടത്? മസ്ജിദിൽ തറയിൽ കടന്നുരുണ്ടിട്ടാണോ? മസ്ജിദിൽ ചുമര് തൊട്ട് തടവിയിട്ടാണോ? മസ്ജിദിൽ ചുമര് പോയി ചുംബിച്ചിട്ടാണോ? അല്ല. അങ്ങനെ ബറക്കത്തെടുത്താൽ അത് തബറുക്കല്ല, ശരിയായ തബറുക്കല്ല. മറിച്ച് മസ്ജിദിലെ ബറക്കത്ത് എങ്ങനെയാണ്? നീ അവിടെ നിസ്കരിക്കുക, അവിടെ ഇഅ്തികാഫിരിക്കുക, അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക, അവിടെ വെച്ച് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അവിടെ വെച്ച് ദീനിനെ കുറിച്ച് സംസാരിക്കുക, പഠിക്കുക, ദീൻ പഠിക്കുക, പഠിപ്പിക്കുക. ഇതൊക്കെ മസ്ജിദിലെ ബറക്കത്ത് സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ്. അല്ല തോന്നിയതുപോലെ എന്ത് ചെയ്യരുത്, ബറക്കത്തെടുക്കാൻ പാടില്ല. ബറക്കത്തെടുക്കുന്ന രൂപവും ഖുർആനിലും സുന്നത്തിലും വന്നതായിരിക്കണം. മൂന്നാമത്തെ നിബന്ധന ശ്രദ്ധിക്കുക. മൂന്നാമത്തെ നിബന്ധന, ഈ വസ്തുവിന്
എനിക്ക് ബറക്കത്ത് തരാൻ യാതൊരു കഴിവുമില്ല, മറിച്ച് അള്ളാഹുവാണ് ഇതിൽ ബറക്കത്ത് നിശ്ചയിച്ചത് എന്ന് വിശ്വസിക്കണം. മനസ്സിലായില്ലേ? അള്ളാഹുവാണ് ഇതിൽ ബറക്കത്ത് നിശ്ചയിച്ചത് എന്ന് വിശ്വസിക്കണം. എങ്കിൽ ഈ 3 നിബന്ധനകൾ ഒത്താൽ മാത്രമേ തബറുക്ക് ബറക്കത്തെടുക്കുക എന്നത് ശരിയാവുകയുള്ളൂ. അതല്ല എങ്കിൽ നോക്കൂ, ഇതിൽ പലതിലും പാളിച്ച സംഭവിച്ചാൽ അത് ശിർക്കിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ അവരെ ബിംബങ്ങളെ ഇലാഹിനെ ഞങ്ങൾക്ക് വേർപ്പെടുത്തി തരൂ എന്ന് ചോദിച്ചവരോട് ഈ ചോദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് സാദൃശ്യപ്പെടുത്തിയത് അതുകൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, തൗഹീദിന്റെ വാതിലുകൾ എത്ര ഭദ്രമായിട്ടാണ് അടച്ചത്. അതിന്റെ കോട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സംരക്ഷിച്ചത്? ശിർക്കിലേക്കുള്ള എല്ലാ വാതിലുകളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചുപൂട്ടിയിരിക്കുന്നു. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾ ഈ ചോദിക്കും, എന്താ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ മനസ്സിലെന്തായിരുന്നു? അങ്ങനെയൊന്നുമല്ല. വാക്ക് ശരിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിയല്ല എങ്കിൽ അതിന്റെ ഹുക്മ പറയും. അതുകൊണ്ട് മാഷാ അല്ലാഹു ശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞാലോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം, അജഅൽതനി വല്ലാഹ അദ്ല, നീ എന്നെയും അള്ളാഹുവിനെയും സമനാക്കുകയാണോ? എന്താ ഇത് പറയുമ്പോൾ നിന്റെ ഉദ്ദേശം, നിന്റെ മനസ്സിൽ എങ്ങനെയായിരുന്നു? അങ്ങനെയായിരുന്നു? ഇങ്ങനെയൊന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. കാരണം വാക്കും പ്രവൃത്തിയും നന്നായിരിക്കണം. വിശ്വാസം നേരെയായിരിക്കണം, വാക്ക് നേരെയായിരിക്കണം, പ്രവൃത്തി, ഇത് 3 നന്നാക്കാനാണ് ഇസ്ലാം വന്നത്. അല്ലാതെ എന്റെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നിയത് ചെയ്യാം, എനിക്ക് ഏത് ശിർക്കിനും ആശംസ നേരാം, എനിക്ക് ഏത് കുഫറിന്റെ ആഘോഷങ്ങൾക്കും ആശംസ പറയാം. എന്തുകൊണ്ട്? എന്റെ മനസ്സ് വളരെ ക്ലിയറാണ്. മനസ്സിൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വാക്കും പ്രവൃത്തിയും ശരിയായിരിക്കണം. അതല്ല എങ്കിൽ അത് വിശ്വാസത്തിൽ കറ പിടിച്ചതിനുള്ള തെളിവായിത്തീരും. മനസ്സിലായില്ലേ? ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരിക. ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ അൽ ഖുലൂബു കൽ ഖുദൂർ വൽസിനതുഹ മഗാരിഫുഹ, ഹൃദയങ്ങൾ പാത്രങ്ങൾ പോലെയാണ്, അതിൽ നിന്ന് കോരിയെടുക്കാനുള്ള സ്പൂണുകൾ പോലെയാണ് നാവ്. നാവിലൂടെ എന്ത് വരും? ഹൃദയത്തിലുള്ളത് പുറത്തേക്ക് വരും. ഷാ സാഹിബുഹു അം അബ. അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നവൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും പുറത്തേക്ക് ചാടുന്ന ഉറപ്പാണ്. ഒരിക്കലും ഒരാൾക്ക് തന്റെ ഹൃദയത്തിലുള്ള നന്മയാകട്ടെ തിന്മയാകട്ടെ അത് എല്ലാ കാലവും മൂടിവെക്കാൻ, അത് എല്ലാവരുടെ മുന്നിൽ മൂടിവെക്കാൻ സാധിക്കും. നാവിലൂടെ പുറത്തേക്ക് ചാടും. വലതഅരിഫന്നഹും ഫി ലഹ്നിൽ ഖൗൽ. മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവരുടെ വാക്കുകളിലൂടെ നിനക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളത് പൊതുവെ പെങ്കിലൊക്കെ അത് പുറത്തേക്ക് ചാടും. അസൂയക്കാരുടെ അസൂയ ചിലപ്പോൾ കാണാം ചാടുന്ന പുറത്തേക്ക്. വിദ്വേഷമുള്ളവന്റെ വിദ്വേഷം കാണാനൊക്കെ പുറത്തേക്ക് ചാടുന്നു. അത് നാവിലൂടെ ചാടുമെന്നാണ്, മറച്ചു വെക്കുക സാധ്യമല്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പാത്രത്തിലുള്ളത് എങ്ങനെയാണോ കൈകൊണ്ട് തൊട്ട് നാവിൽ വെച്ച് രുചി അറിയുന്നത്, അത് മുഴുവൻ കുടിച്ചാലേ അതിൽ രുചി അറിയൂ എന്നുണ്ടോ? മുഴുവൻ കഴിച്ചാലേ രുചി അറിയൂ എന്നുണ്ടോ? ഇല്ല. ഒരല്പം എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം. എന്നതുപോലെ ഹൃദയത്തിലുള്ളത് നാവിലൂടെ, ഉള്ളിലുള്ളത് എന്താണെന്ന് അതിന്റെ ആകത്തുക പുറത്തേക്ക് ചാടുമെന്നാണ്. അതുകൊണ്ട് അത് നന്നായിരിക്കണം, നേരെയായിരിക്കണം, അത് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ നോക്കൂ, ശിർക്കും കുഫറും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ പൊതുവെ പറയാറുള്ളത്, എത്ര വലിയ കുഫർ പറഞ്ഞാലും പിറ്റേന്ന് വന്ന് ന്യായീകരിക്കും. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല, ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെയല്ല, അങ്ങനെ പറയുമ്പോഴേക്ക് നിങ്ങളെ അയാളെ കാഫറാക്കാൻ പോണ്ട എന്നിങ്ങനെയുള്ള രൂപത്തിലുള്ള വർത്തമാനം പറഞ്ഞ് എന്തും പറയാമെന്ന രൂപത്തിൽ കൊണ്ടുപോകുന്നത് കാണാം. ഒരിക്കലും ശരിയല്ല. എല്ലാത്തിനും അങ്ങനെ വ്യാഖ്യാനം കൊടുക്കാൻ നിന്നാൽ ദീനും ദുനിയാവും ബാക്കി ഉണ്ടാവുകയില്ല. നോക്കൂ, ഇങ്ങനെ ഈ കാര്യത്തിനു ശേഷം അതാ അവർ അർദുൽ മുഖദ്ദസത്തിലേക്ക് പോവുകയാണ്. അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ട വാഗ്ദത്ത ഭൂമിയിലേക്ക്, മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുമുള്ള ആ ഭാഗത്തേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അവരുമായി പോവുകയാണ്. പക്ഷേ അവരവിടെ എത്തുന്ന സമയത്ത് ആ നാട്ടിൽ വളരെ ശക്തരായ ചില ആളുകൾ അവിടെ ഭരണത്തിലും അധികാരത്തിലും ഉണ്ടായിരുന്നു. കാഫറുകളായ ആളുകളാണവർ. അങ്ങോട്ട് കയറാനാണ് ബനൂ ഇസ്രായേലിനുള്ള കൽപ്പന. അങ്ങോട്ട് കയറി ഇവരെ പരാജയപ്പെടുത്തണം, ആ ഭൂമി നിങ്ങൾക്കുള്ളതാണ്, അള്ളാഹു നിങ്ങൾക്ക് വിജയിപ്പിച്ചു നൽകും. പക്ഷെ ഈ ആളുകൾ ഈ വലിയ ശക്തരായ ആളുകളെ കണ്ടപ്പോൾ പേടിച്ചുപോയി. മൂസാ നബിയുടെ കൽപ്പന അനുസരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല. ഒരു ഭീരുത്വം കാണിച്ചു. യഥാർത്ഥത്തിൽ കയറിയാൽ അവർ വിജയിക്കും,
അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ അവർക്ക് വിശ്വാസം പോരാ. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ ആ നാട്ടിൽ അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയ ഭൂമിയിലുള്ള എതിരാളികളെക്കാൾ ശക്തരായിരുന്നു ആര്? ഫിർഔൻ കൂട്ടരും. അള്ളാഹു എന്നെക്കാൾ എത്രയോ വലിയ കൂട്ടർക്കെതിരിൽ അവർക്ക് വിജയം നൽകിയിട്ടുണ്ട്. പക്ഷെ നോക്കൂ, നിഅമത്തുകൾ മറന്നുപോകുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മറന്നുപോകുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവർ ധിക്കരിക്കുന്നത്, വലിയ പീഡനങ്ങൾ സഹിച്ച ആളുകളാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെടുത്ത റബ്ബിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ റസൂലിന്റെ മൂസ അലൈഹിസ്സലാമിന്റെ കൽപ്പനയാണ്, കയറും അങ്ങോട്ട്. പക്ഷേ അവർ തയ്യാറായില്ല. ഈ സംഭവം സൂറത്തുൽ മാഇദയിൽ അള്ളാഹു വിവരിച്ചത് കാണാം. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി ദുഖൂലുൽ അർദൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. എന്റെ ജനങ്ങളെ, ഈ ശുദ്ധമായ ഭൂമിയിൽ കയറൂ. നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച ഭൂമിയാണ്. നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. നിങ്ങളെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരായി തീരും. പക്ഷെ അവർ പറഞ്ഞു, ഖാലു യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫഇൻ യഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. മൂസ, അവിടെ ശക്തരായ വലിയ ശേഷിയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അവരവിടെ ഉള്ളിടത്തോളം കാലം അവർ പുറത്തു പോകാതെ ഞങ്ങൾ കയറാൻ പോകുന്നില്ല. ഫഇൻ യഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെ നാട്ടിൽ നിന്ന് പോയാൽ ഞങ്ങൾ കയറിക്കോളാം. അള്ളാഹു പറയാൻ, ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമ അല്ലാഹു അലൈഹിം അദ്ഖുലൂ അലൈഹിമുൽ ബാബ് ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ അലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. രണ്ടുപേർ പറഞ്ഞു, രണ്ടുപേർ അവരെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ച എങ്ങനെയാണ്? മിനല്ലദീന യഖാഫൂൻ. മിനല്ലദീന യഖാഫൂൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രൂപത്തിൽ അർത്ഥം പറയാം. തഫ്സീറുകൾ നമുക്ക് ഈ രണ്ട് വിശദീകരണവും കാണാം. ഒന്ന്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രണ്ടുപേർ. അനഅമ അല്ലാഹു അലൈഹിമ, അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിശദീകരണം, ഈ രണ്ടുപേർ ആ നാട്ടിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട്, അവരിൽപ്പെട്ട രണ്ടുപേരാണ്. മിനല്ലദീന യഖാഫൂൻ എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേലർ പേടിച്ചിരുന്ന ആളുകളിൽ രണ്ടുപേർ. അങ്ങനെ ഒരു വിശദീകരണമുണ്ട്. പക്ഷെ അവർ മുസ്ലിമീങ്ങളായിരുന്നു. അവർക്കാകട്ടെ ഉള്ളിലുള്ളവരെ പറ്റി നന്നായി അറിയാം. അവരാണ് പുറത്തിറങ്ങി പറഞ്ഞു കൊടുക്കുന്നത്, എന്ത്? ഉദ്ഖുലു അലൈഹിമുൽ ബാബ്, നിങ്ങൾ ഈ കയറാനുള്ള വഴിയിലൂടെ, വാതിലിലൂടെ കയറും അങ്ങോട്ട്. ഫൈദാ ദഖൽതുമൂഹ്, നിങ്ങൾ അവിടെ കയറിയാൽ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. കയറാതെ നിങ്ങൾ പേടിച്ചു പോകല്ലേ. അലല്ലാഹി ഫതവക്കലൂ, അല്ലാഹുവിൽ നിങ്ങൾ തവക്കുലാക്കൂ, അവനിൽ മാത്രം പരമേൽപ്പിക്കൂ. തവക്കലു അലല്ലാഹ് എന്ന് പറയാതെ വഅലല്ലാഹി ഫതവക്കലു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം കിട്ടും? അല്ലാഹുവിൽ മാത്രം പരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മൂസാ നബിയുടെ ഉപദേശം കിട്ടി, അള്ളാഹിനെ പേടിക്കുന്ന രണ്ടുപേരുടെ ഉപദേശം കിട്ടി. പക്ഷേ ഖൗമ് തയ്യാറായില്ല. അവർ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവപ്പെട്ട, പറയാൻ പാടില്ലാത്ത നന്ദികേടിന്റെ വാക്കാണ് അടുത്തത്. ഗുരുതരമായ വാക്കാണ്. ഖാലു യാ മൂസ, ഓ മൂസ, അവർ പറഞ്ഞു, ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമു ഫീഹാ, അവരവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് കയറുകയില്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങളോട് ഇരുന്നോളാം. അല്ലാഹു അക്ബർ. തഫ്സീറുകൾ കാണാം, മൂസാ നബി ഹാറൂൻ നബി വാക്ക് കേട്ടപ്പോൾ സുജൂദിൽ വീണു. അത്രയും ഗൗരവപ്പെട്ട വാക്കാണ് എന്നതുകൊണ്ട് ഭയന്ന് സുജൂദിൽ വീണു എന്ന് തഫ്സീറുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്, അത്ര ഗൗരവപ്പെട്ട വാക്കാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള അങ്ങേറ്റം മോശമായ വാക്കുകൾ ചിലപ്പോൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മൂസ അലൈഹിസ്സലാം അത് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖി, എന്റെ റബ്ബ്, എന്റെ കാര്യവും എന്റെ സഹോദരൻ ഹാറൂന്റെ കാര്യവുമല്ലാതെ ഈ ഖൗമിന്റെ കാര്യം റബ്ബ് എന്റെ കയ്യിലല്ല. ഫഫ്റുഖ് ബൈനനാ വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, അല്ലാഹു ഞങ്ങൾക്കും ഫാസിഖുകളായ ധിക്കാരികളായ ആളുകൾക്കുമിടയിൽ നീ വേർതിരിക്കണേ. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന, എങ്കിലിതാ അവർക്ക് ആ നാട് ഹറാമാകുന്നു 40 വർഷം. യതീഹൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ അലഞ്ഞു തിരിയും ഈ 40 വർഷം. ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ, ഇനി ആ ധിക്കാരികളായ ആളുകളുടെ കാര്യത്തിൽ മൂസ നീ നിരാശപ്പെടും. മൂസ അലൈഹിസ്സലാമിന് ഖൗമിനോടുള്ള അലിവ് അള്ളാഹുവിന് അറിയാം.
ഖൗമിനോടുള്ള അനുകമ്പ റബ്ബിനറിയാം. അതുകൊണ്ട് പറയാൻ നീ അവരുടെ കാര്യത്തിൽ നിരാശപ്പെടരുത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, മൂസാ നബിയുടെയും ബനീ ഇസ്രായേലരുടെയും കാര്യത്തിലുള്ള കഥകൾ മുഴുവൻ ഈ 40 വർഷത്തിനിടയിലുള്ളതാണ് എന്ന്. അവർ തീ എന്നറിയപ്പെട്ട മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ 40 വർഷം. ആ കാലത്തിനിടക്ക് മൂസാ നബിയും ഹാറൂൻ നബിയും ഒക്കെ വഫാത്തായി പോയി എന്നാണ്. പിന്നീട് അവരുടെ സംഭവിച്ചിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പറയുന്ന കഥകളൊക്കെ ഈ കാലത്താണ്. 40 വർഷം കഴിഞ്ഞ് ഈ 2 നബിമാരുടെയും കാലം കഴിഞ്ഞ് അടുത്ത അവരിലുള്ള നബിയായിരുന്ന യൂഷ ഇബ്നു നൂൻ എന്ന് അറിയപ്പെടുന്ന ഒരു നബി അവരിൽ വന്നിരുന്നു. ഖുർആനിൽ ആ പേര് വന്നിട്ടില്ല, പക്ഷെ ഹദീസുകളിൽ കാണാം. യൂഷ ഇബ്നു നൂൻ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കാലത്താണ് എന്തുണ്ടായത്? ഈ അർദുൽ മുഖദ്ദസത്തിലേക്ക് അവർക്ക് കയറാൻ, അത് വിജയിക്കാൻ സാധിച്ചത് എന്നാണ്. അദ്ദേഹം പിന്നെ ആ ആളുകളുമായി യുദ്ധം ചെയ്യുകയും എന്നിട്ട് വെള്ളിയാഴ്ച യുദ്ധം ചെയ്യുകയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യുദ്ധം തീരണം, പിറ്റേന്ന് ശനിയാണ്, പാടില്ല. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല ആ നബിയുടെ ദുആയിനാൽ അവർക്ക് വേണ്ടി സൂര്യനെ പിടിച്ചു വെച്ചതുമെല്ലാം അസ്തമിക്കാതെ പിടിച്ചു വെച്ചതുമെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് കാലശേഷം ഈ 40 വർഷത്തിന് ശേഷമാണ് എന്നാണ്. അപ്പൊ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വളരെ ഗുരുതരമായ വാക്ക് കാരണത്താൽ അവർക്ക് ഇതായിരുന്നു കിട്ടിയത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഫദ്ൽ നമുക്കിവിടെ കാണാം. ബദറിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു എന്നാണ്. സഹാബത്തിനോട് അവർ യഥാർത്ഥത്തിൽ ബദറിൽ യുദ്ധത്തിന് പോയതായിരുന്നില്ല. അതുകൊണ്ടാണ് സഹാബത്തിന്റെ കയ്യിലൊന്നും എന്തില്ല, ആയുധങ്ങളുണ്ടായിരുന്നു. സാധാരണ അറബികൾ കൊണ്ടുനടക്കാറുണ്ടായിരുന്നു ആയുധങ്ങളല്ലാതെ ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ് അവർ പോകുന്നത്. അവർ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ നേരിടാനാണ് പോകുന്നത്. അള്ളാഹു അവർക്ക് രണ്ടാലൊരു സംഘത്തെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വഇദ യഅദുകുമുല്ലാഹു ഇഹ്ദാ ത്വാഇഫതൈനി അന്നഹാ ലക്കും വതുഹിബ്ബൂന അന്ന ഗൈറ ദാതി ശൗകതി തകൂനു ലക്കും. നിങ്ങൾക്ക് രണ്ടാലൊരു സംഘത്തെ അള്ളാഹു വാഗ്ദാനം നൽകിയിരുന്നു. അതിൽ എളുപ്പമുള്ള സംഘത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ, അള്ളാഹുവിന്റെ ശത്രുക്കളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് അബൂ സുഫിയാൻ വേറെ വഴിയിൽ രക്ഷപ്പെട്ടു. ഇനി നേരിടാനുള്ളത് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 3 ഇരട്ടി വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തെയാണ് എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മനസ്സിലാക്കി. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അഭിപ്രായം ചോദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല അഭിപ്രായം, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. ഉമർ നല്ല അഭിപ്രായം, മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നതാണ്, അഷീറു അലൈ, നിങ്ങൾ അഭിപ്രായം പറയൂ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അൻസാറുകളെയായിരുന്നു, മുഹാജിറുകളെയല്ല. കാരണം അൻസാറുകളായ സഹാബത്ത് നബിയെ സഹായിക്കുമെന്ന് ഏറ്റത് മദീനക്കുള്ളിലാണ്. അവർ രണ്ട് അഖബ ഉടമ്പടികളിൽ മക്കത്ത് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മദീനയിലേക്ക് വരൂ, ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾ സംരക്ഷിച്ചോളാം. പക്ഷെ അത് മദീനക്കുള്ളിലാണ്, പുറത്തല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ബദറാകട്ടെ പുറത്താണ്, മദീനയിലല്ല, പുറത്ത് സംരക്ഷിക്കുമെന്ന് അൻസാറുകൾ ഏറ്റിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അഭിപ്രായം അറിയാൻ, എന്നാൽ നബി നേരെ ചോദിച്ചതും നബി പറഞ്ഞു അഷീറു അലൈ, പറയുന്ന അഭിപ്രായം പറയൂ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണെന്ന് തോന്നുന്നല്ലോ, അങ്ങ് ഞങ്ങളെയും കൊണ്ട് ഇതാ ഈ കടലിൽ മുങ്ങാനാണ് പോകുന്നത് എങ്കിൽ പോലും ഞങ്ങൾ കൂടെ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം സന്തോഷം കൊണ്ട് തിളങ്ങിയെന്നാണ്. ആ സമയത്ത് മറ്റൊരു സഹാബി അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു മനോഹരമായ ഒരു വാക്ക് പറയുകയുണ്ടായി. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹിദ്തു മിനൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് മശ്ഹദൻ ലഅൻ അകൂന സാഹിബഹു അഹബ്ബു ഇലയ്യ മിമ്മ ഉദില ബിഹ്. മിഖ്ദാദ് ഒരു വാക്ക് പറയുന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാനായിരുന്നു അത് പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ള എല്ലാത്തിനേക്കാളും എനിക്കിഷ്ടം അതായാണ്. അങ്ങനെ ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മിഖ്ദാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ്? ബദറിന്റെ സന്ദർഭത്തിലാണ്. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദ്ഉ അലൽ മുശ്രിക്കീൻ.
സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾക്കെതിരിൽ യുദ്ധത്തിന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഖ്ദാദ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് പറഞ്ഞു, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ, മൂസാ നബിയുടെ ജനത പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതിലാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്ന് അവരുടെ വാക്കുണ്ടല്ലോ, ഞങ്ങൾ ഒരിക്കലും അത് പറയുകയില്ല. വലാകിന്ന നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക വഖൽഫക, മറിച്ച് നബിയെ അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമെല്ലാം ഞങ്ങളുണ്ടാകും. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഖ വജ്ഹുഹു വസറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിളങ്ങി, നബിക്ക് വലിയ സന്തോഷമായി മിഖ്ദാദിന്റെ വാക്ക് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ശ്രേഷ്ഠതയാണ്. അല്ലാഹുവിന്റെ മുഴുവൻ നബിമാരുടെ സഹാബത്തിനേക്കാളും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവരെ പോലെ ശ്രേഷ്ഠർ അല്ലാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ മറ്റാരും തന്നെ ഇല്ല. ഇങ്ങനെ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇവർ ഖൗം ഈ വാക്ക് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അവർക്കുള്ള ശിക്ഷയായി 40 കൊല്ലം അലഞ്ഞു തിരിയുക എന്നത് നിശ്ചയിച്ചു. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തുകളുടെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, മഅസിയത്തുകൾ കൊണ്ട് പരലോകത്ത് ശിക്ഷ ഉണ്ടാകും എന്നതുപോലെ ദുനിയാവിലും ശിക്ഷ ഉണ്ടാകും എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ചില്ലറ അല്ല അവർക്ക് കിട്ടിയ 40 വർഷം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിനു പിന്നിൽ ആ തലമുറ ഒന്നാകെ അവരുടെ ആയുസ് തീരുന്ന കാലമാണ് ഏതാണ്ടത്. പറഞ്ഞതുപോലെയാണ് അവരുള്ള നബിമാർ തന്നെ, നബി ഹാറൂൻ നബിയും തന്നെ ആ കാലത്തിനിടക്ക് ഈ ലോകം പിരിഞ്ഞുപോയി. അങ്ങനെ ആ തലമുറ കഴിഞ്ഞ് ഇതുപോലെ ഭീരുത്വവും നന്ദികേടും ഇല്ലാത്ത നല്ല ഒരു തലമുറ വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അതുപോലെ തന്നെ അടുത്ത തലമുറ യൂശഅ ഇബ്നു നൂനിന്റെ നേതൃത്വത്തിൽ ആ നാട് കീഴടക്കുകയുണ്ടായി. ഇങ്ങനെ നോക്കൂ, ഇവർ തീയിൽ അലഞ്ഞു തിരിഞ്ഞവർക്ക് അവിടെ തന്നെ അവർ കഴിച്ചുകൂട്ടുകയാണ്. ഒരു നാട്ടിലേക്കും അവർക്ക് പോകാൻ സാധിക്കുന്നില്ല, അവിടെ തന്നെ അവർ കഴിച്ചുകൂട്ടുകയാണ്. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പിന്നീട് ആ നാട്ടിൽ നിൽക്കാനുള്ള പലതും അവർക്കുള്ള കാര്യങ്ങളൊക്കെ നൽകിയത്. കാരണം അവിടെ എന്തില്ല, മരങ്ങളോ കൃഷിയോ ഒന്നുമില്ലാത്ത നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷണമായി എന്ത് നൽകി? മഞ്ഞയും സൽവയും നൽകി. അഥവാ മഞ്ഞ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം തേൻകട്ടി പോലെയുള്ള ഒരു ആഹാരമാണ്. സൽവ എന്നാൽ അത് കാടപക്ഷിയുടെ മാംസം പോലെയുള്ള ആഹാരമാണ്. എങ്ങനെയാണ് ഇത് ഇവർക്ക് ലഭിക്കുക? എല്ലാ ദിവസവും അവർക്ക് അവരുടെ മേൽ ഇത് മുകളിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് താഴേക്ക് അള്ളാഹു കൊടുക്കുമെന്നാണ്. എവിടെയും പോകണ്ടല്ല, ഭക്ഷണം രാവിലെയും വൈകുന്നേരം അവർക്ക് കിട്ടും. മാത്രമല്ല സൂക്ഷിച്ചു വെക്കേണ്ടതുമില്ല. നാളത്തേക്ക് എന്ത് വെക്കണ്ട, എടുത്തു വെക്കണ്ട, നാളെ വേറെ കിട്ടും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, പക്ഷെ ഖൗം എടുത്തു വെച്ചു. അന്ന് മുതലാണ് മാംസം ചീഞ്ഞു പോകാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നില്ല, മാംസം ചീഞ്ഞു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ചു. നാളത്തേക്ക് എടുത്തു വെക്കേണ്ടെന്ന് പക്ഷെ എടുത്തു വെച്ചു. ഇങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്. ചില അവരുടെ ധിക്കാരങ്ങൾ കണ്ടാൽ, അതേക്കുറിച്ച് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അള്ളാഹു ഒരു നാട്ടിലേക്ക് അവരോട് കയറാൻ പറയുകയാണ്. എങ്ങനെ? ഹെത്ത എന്ന് പറഞ്ഞുകൊണ്ട്. ഹെത്ത എന്നാൽ ഹെത്ത അന്നാ സയ്യിആത്തിൻ എന്നാണ് അതിന്റെ അർത്ഥം, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തിറങ്ങി. അതുപോലെ തലകുണിച്ചുകൊണ്ട് സുജൂദ് പോലെ, അല്ലെങ്കിൽ തലകുണിച്ചുകൊണ്ട് റുക്കൂ പോലെ അങ്ങോട്ട് കയറാൻ, അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ട് കയറാൻ പറഞ്ഞു. ഖൗം എന്ത് ചെയ്തു? വാക്ക് മാറ്റി ഹിംത എന്നു പേരുള്ള ഒരു ധാന്യത്തെ സൂചിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു പിന്തിരിഞ്ഞ് അവരുടെ പിൻഭാവം കാണിച്ച് അങ്ങോട്ട് കയറിന. ഇതൊരു നന്ദികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരുപാട് നന്ദികേടുകൾ അള്ളാഹുവിന്റെ നബിമാരോട് കാണിച്ചവരുടെ പിൻഗാമികൾ, അള്ളാഹുവിന്റെ നബിമാരെ പലരെയും കൊന്നുകളഞ്ഞവർ, ഫലസ്തീനിലും മറ്റും കാണിക്കുന്ന ദ്രോഹങ്ങൾക്കും അക്രമങ്ങൾക്കും അതിൽ അത്ഭുതമില്ല. കാരണം ഖൗമിന്റെ ചരിത്രം അതാണ്. ഖൗമിന്റെ ചരിത്രം അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളഞ്ഞവർ, റബ്ബിന്റെ നബിമാരെ കൊന്നുകളഞ്ഞവർക്ക്, ഏറ്റവും പരിശുദ്ധരായ ഹൃദയങ്ങളുള്ള അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളഞ്ഞവർക്ക് കുട്ടികളെ കൊല്ലാൻ, അവർക്ക്
എന്ത് മനക്കട്ടി, എന്ത് പ്രയാസമാണ് ഉണ്ടാവുക? അള്ളാഹുവിന്റെ നബിമാർ ഒരുപാട് പേരെ കൊന്നുള്ളൂ. സക്കരിയ നബിയെ, യഹ്യാ നബിയെ ഇതൊക്കെ ഈർച്ചവാൾ കൊണ്ട് രണ്ടായി പകുത്തിട്ട് കൊന്നു. മനസ്സിലല്ലേ? തലവെട്ടി പാത്രത്തിൽ വെച്ച് കൊടുത്തു. അള്ളാഹുവിന്റെ നബിമാരിൽ പെട്ടവർ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര തവണ കൊല്ലാൻ നോക്കി യഹൂദികൾ? ഖൈബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്താരാണ്? യഹൂദിയാണ്. സെഹർ ചെയ്തതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് വരെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഖൈബറിൽ ആ പെണ്ണ് തന്ന വിഷം അത് ഇന്നെന്റെ അബുഹുർ മുറിച്ചു കളയുന്നു. കൽബിലേക്ക് പോകുന്ന ഒരു ഞരമ്പാണത് എന്ന അത് മുറിച്ചു കളയുന്നു. ആ വിഷം ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അതിലൂടെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹാദത്തിന്റെ, രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം കൂടി അള്ളാഹു നൽകിയെന്ന്. കാരണം നബിയുടെ വഫാത്തിന് എന്തുകൂടി കാരണമായിട്ടുണ്ട്? ഖൈബറിൽ പെണ്ണുകൊടുത്ത, യഹൂദിയായ പെണ്ണുകൊടുത്ത വിഷം കൂടി കാരണമായിട്ടുണ്ട് എന്ന്. അതിനു മുന്നേ ബനു നദീർ ഗോത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ചെന്നതാണ്. അപ്പൊ കൗമം പദ്ധതി ഇട്ടു, മുകളിൽ പോയി, നബി ഇരിക്കുന്നതിന്റെ മുകളിൽ പോയി ഒരു കല്ലെടുത്ത് നബിയുടെ തലയിലിട്ട് കൊല്ലാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വഹി ലഭിച്ചതുകൊണ്ട് അവിടുന്ന് പോയി. റബ്ബിന്റെ, അള്ളാഹുവിന്റെ നബിമാരെ കൊന്നുകളയാൻ മടിയില്ലാത്തവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിഷം പുരട്ടിയപ്പോൾ അവരെ വിളിച്ചിട്ട് ചോദിച്ചു എന്നാണ്, എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ നബിയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ കള്ളപ്രവാചകനാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ എത്ര നിസാരമായിട്ടാണ് അവരതിനെ കാണുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു എന്നാണ്. അവരുടെ വിശ്വാസം എന്താണ്? നരകത്തിൽ എന്ത് തോന്നിവാസം ചെയ്താലും, ഞങ്ങൾ ഇസ്രായേലർ നരകത്തിൽ അഥവാ കടന്നാലും 40 ദിവസം അതിലപ്പുറം കടക്കുകയില്ല. ഞങ്ങൾ ആ പശുക്കുട്ടിയെ പണ്ട് ആരാധിച്ചു പോയ ഒരു 40 ദിവസമുണ്ട്, അത്രമാത്രം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഖാലു ലൻ നദ്ഖുലന്ന, ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കുക, അവർ പറഞ്ഞു ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കുക ഇല്ല അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ മാത്രം. കൂടിപ്പോയാൽ എത്ര ദിവസം? 40 ദിവസം. അത് കഴിഞ്ഞാലോ, അതാണ് ശേഷമുള്ള വിശ്വാസം എന്താണ്? അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പകരം നിങ്ങൾ മുസ്ലിമീങ്ങൾ അവിടെ കിടക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ ഇത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പറഞ്ഞു, ഇഖ്സഉ ഫിഹാ, അവിടെ കിടന്നു, ഒരിക്കലും ഞങ്ങൾ നിങ്ങൾക്ക് പകരം അവിടെ വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. അപ്പൊ നോക്കൂ, ഇങ്ങനെയുള്ള ജനത ഇങ്ങനെ അത് അവരോട് എടുത്തു വെക്കണ്ട എന്ന് പറഞ്ഞ മന്നയും സെൽവയും എടുത്തു വെച്ചാണ്. അതുപോലെ അവർക്ക് വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാമിനോട് വെള്ളത്തിന് പറഞ്ഞു വന്നത് എന്താണ്? അവരിൽ അള്ളാഹുവിന്റെ റസൂല് മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച, റബ്ബിന്റെ ദീനിൽ ഉറച്ചു നിന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു എന്തു പറഞ്ഞത്? ഈ ബനു ഇസ്രായേലരുടെ തിന്മകളും അവരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവരാരോ അവരിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. പക്ഷെ ചില ആളുകൾ മനസ്സിലാക്കുക അത് സർവ്വമത സത്യവാദത്തിനുള്ള ഖുർആനിലെ തെളിവാണ്. ഈ കണ്ട അവരുടെ ദുൽമൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹു എന്ത് പറയുന്നത്? ഇതൊക്കെ ആർക്ക് മാത്രമാണ് ബാധകം? കാരണം ഇത് കണ്ടാൽ തോന്നിപ്പോ നമുക്ക് എല്ലാവരും ആ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെയാണ്. അല്ല, അള്ളാഹുൽ യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ആരാകട്ടെ, അത് യഹൂദിയോ അതല്ല നസ്രാനിയോ ആകട്ടെ. എന്താണ് അവിടെ യഹൂദി നസ്രാനി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം? മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച യഹൂദി, അടുത്ത നബി വന്നാൽ ആ നബിയിൽ അവൻ വിശ്വസിച്ചിരിക്കണം. കാരണം ഒരു നബിയിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ നബി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള നബിയിലും വിശ്വസിക്കാന്നുള്ളത്. മനസ്സിലല്ലേ? ഈസ അലൈഹിസ്സലാമിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈസാ നബി സന്തോഷ വാർത്ത അറിയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുവൻ നിഷേധിച്ചാൽ തള്ളിക്കളഞ്ഞ അവൻ ആദ്യം തള്ളിയത് ഈസാ നബിയാണ്, മുഹമ്മദ് നബി തള്ളുന്നതിന് മുമ്പ്. കാരണം ഈസാ അലൈഹിസ്സലാം എന്ത് പറഞ്ഞിട്ടുണ്ട്? വബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ അലൈഹിസ്സലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്നും അഹ്മദ് എന്നും പേരുള്ള നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അതുപോലെ നസ്രാനിയാണ് ഈസാ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടാൽ ആ നബിയിൽ വിശ്വസിച്ചിരിക്കണം, എങ്കിലേ അള്ളാഹുള്ള വിശ്വാസം ശരിയാകും, അള്ളാഹുവിന്റെ നബിമാരുള്ള വിശ്വാസം ശരിയാകും. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും ബാധകമല്ല. ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങളോ അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങളോ ബാധകമല്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ അവർക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു വെള്ളമില്ല.
അള്ളാഹു കൽപ്പിച്ചു മൂസാ നബിയുടെ വടി കൊണ്ട് പാറയിലടിക്കാൻ. പാറയിലടിച്ചപ്പോൾ എന്തുണ്ടായി? ഫംബജസത് മിൻഹു 12 ഐന, 12 ഉറവകൾ പൊട്ടിയൊഴുകി. 12 ഉറവകൾ. എന്തുകൊണ്ടാണ്? കാരണം അവർ 12 ഗോത്രങ്ങളാണ്. ഇസ്രായേലർ 12 ഗോത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് 12 ഗോത്രങ്ങളായത്? യാക്കൂബ് നബിക്ക് 12 മക്കളാണ്. യാക്കൂബ് നബിക്ക് 12 മക്കളാണ്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം സ്വപ്നം കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങൾ എന്നാൽ 11 സഹോദരങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ എന്നാൽ ഖമർ എന്നാൽ ഉപ്പയാണ്. ഷംസ് എന്നാൽ ഉമ്മയാണ്. ഷംസ് എന്നാൽ ഉമ്മയാണ്, ഖമർ എന്നാൽ ഉപ്പയാണ്. അതാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. 12 ഗോത്രങ്ങൾ, 12 ഉറവുകൾ അവർക്ക് വേണ്ടി പൊട്ടിയൊഴുകി. അവർക്ക് വെള്ളം ലഭിച്ചു. അതുപോലെ സുബ്ഹാനല്ലാഹ്, ആ മരുഭൂമിയിൽ അവർക്ക് തണലായി അള്ളാഹു മേഘം വിരിച്ചു കൊടുത്തു. മേഘം കൊണ്ടുള്ള തണൽ വിരിച്ചു കൊടുത്തു എന്നാണ്. നോക്കൂ, ഇവിടെ ഇങ്ങനെ മന്ന, സൽവ, അതുപോലെ 12 വെള്ളം ഉറവകൾ പൊട്ടിയൊഴുകുക, മേഘം തണൽ വിരിക്കുക, ഇതൊക്കെ സുബ്ഹാനല്ലാഹ് ആ ജനതയിലെ ആളുകളൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന അത്ഭുതങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളാരെങ്കിലും ഇതുപോലൊരു അത്ഭുതം ചിലപ്പോൾ ജീവിതത്തിൽ കാണാത്ത ആളുകൾ ഉണ്ടാവും. നമ്മൾ അധിക പേരും അങ്ങനെയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുത സംഭവം അഥവാ ഒരു കറാമത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് എന്ന് നേരിട്ട് കാണുക എന്നത് ജീവിതത്തിൽ ഇല്ലാത്തവരാണ് ഈ ഉമ്മത്തിൽ ബഹുഭൂരിഭാഗം. പക്ഷെ അഫ്ദലുൽ ഉമ്മത്ത് ഏത് ഉമ്മത്താണ്? ഈ ഉമ്മത്ത്. അഫ്ദലുൽ ഉമ്മ ഈ ഉമ്മത്താണ്. ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, പഴയകാല ഉമ്മത്തുകളിൽ അത്ഭുതങ്ങൾ വളരെ കൂടുതലാണ്. എത്രത്തോളം അവരിൽ തഖ്വയുള്ള ഒരു മനുഷ്യൻ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ അയാൾക്ക് തലക്ക് മുകളിൽ ഇങ്ങനെ തണൽ പോകും. അയാൾ പോകുന്നിടത്തൊക്കെ ആളുകളൊക്കെ നോക്കിക്കാണുക. ഇങ്ങനെ വരെ അത്ഭുതങ്ങൾ എന്തുണ്ടായിരുന്നു? ഇങ്ങനെ വരെ അത്ഭുതങ്ങൾ പഴയ ഉമ്മത്തുകളിൽ ഉണ്ടായിരുന്നു. പല അത്ഭുതങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേലരിൽ നടന്ന എന്തൊക്കെ അത്ഭുത കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ഇമാം അസ്സഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പഴയ ഉമ്മത്തുകൾ അത് കൂടുതലാണ്, ഈ ഉമ്മത്തിൽ അത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ഈ ഉമ്മത്തിന് അതിനൊന്നും ആവശ്യമല്ല. ഇല്ലാതെ തന്നെ ശക്തമായ ഈമാനുള്ളവരാണ്. മനസ്സിലായില്ലേ? ഈ ഉമ്മത്ത് അതൊന്നും ഇല്ലാതെ തന്നെ അത്രയും വിശ്വാസമുള്ളവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് എന്നതുകൊണ്ട്. അതല്ലാതെ അത്ഭുതം കുറെ കാണുക എന്നതിന്റെ എന്തിന്റെ അടയാളമല്ല? ശ്രേഷ്ഠതയുടെ അടയാളമല്ല. എന്നിട്ട് ഇമാം ദഹബി പറഞ്ഞു, ഈ അവസ്ഥ മാറും എപ്പോൾ? അവസാന കാലമായാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്ത് മാറും? ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്ന സ്ഥിതിയിലേക്ക് മാറും അവസാന കാലമായാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്കത് കാണാം. മസീഹുദ് ദജ്ജാലിന്റെ വരവ്, ഈസ അലൈഹിസ്സലാമിന്റെ പുനരാഗമനം, ഈ സമയത്തൊക്കെ അത്ഭുതങ്ങൾ ധാരാളമായി കാണാം. കാരണം അപ്പോഴേക്കും ആളുകളുടെ അത് പരലോകം അടുത്തിട്ടുണ്ട്, അന്ത്യനാൾ അടുത്തിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതുപോലെ നുബുവത്തിൽ നിന്ന് കാലം അകന്നു പോകുന്നതിന് ആളുകളുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? അത്ഭുതങ്ങൾ എന്തല്ല ഒരു സത്യത്തിന്റെയോ മറ്റോ മാനദണ്ഡമായി എടുക്കാൻ സാധ്യമല്ല. മറിച്ച് ഖുർആനും സുന്നത്തുമാണ് ഹഖിന്റെ മാനദണ്ഡം. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഒരാൾ കടലിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും ആകാശത്തൂടെ പറക്കുന്നത് കണ്ടാലും നീ അവൻ അള്ളാഹുവിന്റെ വലിയാണെന്ന് പറയരുത്. അവന്റെ അമലിനെ നീ കിതാബും സുന്നത്തുമായി തട്ടിച്ചു നോക്കിയിട്ടല്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് ആകെ തെളിവെന്താ? അത്ഭുതങ്ങൾ മാത്രം. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു, അതിങ്ങനെ നടന്നു, അയാൾ അങ്ങനെ ഉണ്ടായി, അയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ അത്ഭുതങ്ങളും കഥകളും മാത്രം. എന്നിട്ടോ ഇത് വിശ്വസിക്കാത്ത ആളുകളോട് പറയാണെന്ത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ വലിയുണ്ടോ, ഔലിയുണ്ടോ, കാണിച്ചു തരാൻ പറ്റും എന്ന് ചോദിക്കാൻ. ശരിയാണ്, ഈ പറഞ്ഞ പോലത്തിലുള്ള വലിയകളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. വലി എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഖുർആനിലുള്ള പാഠമാണ്, കുല്ലു മുഅ്മിനിൻ തഖി. അതാണ് വലി. കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ. ഈമാനുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിന്റെ വലിയാണ്. അവന്റെ വലായത്തിന്റെ ദറജ കൂടും ഈമാനും തഖ്വയും കൂടുന്നതിനനുസരിച്ച്. വലായത്തിന്റെ ദറജ കുറയും, ഈമാനും തഖ്വയും കുറയുന്നതിനനുസരിച്ച്. അതല്ലാതെ ഈ കഥകൾ, എന്നാലോ സുബ്ഹാനല്ലാഹ്, ഈ കഥകൾ പറയുന്ന കഥകൾ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഖുർആനും സുന്നത്തും കൊണ്ടുകൊടുത്താൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്,
ഇത് തൗഹീദാണ്, ശിർക്കാണ്, ഇത് സുന്നത്താണ്, ബിദ്അത്താണ്. കൊണ്ടുകൊടുക്കാൻ നമുക്കുള്ളത് എന്താണ്? സ്വപ്നമോ കഥയോ ആരോ കണ്ട അത്ഭുത കഥയോ ഒന്നുമല്ല, ഖുർആനും സുന്നത്തുമാണ്. അത് സ്വീകരിക്കാൻ അവൻ തയ്യാറല്ല. ഇവൻ ഈ പറയുന്ന കഥയും കെട്ടുകഥയും സത്യവും അർദ്ധസത്യവും കള്ളവും ഒക്കെ നമ്മൾ വിശ്വസിക്കണം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത്ഭുതം സത്യത്തിന്റെ മാനദണ്ഡമല്ല, മറിച്ച് അതായത് ഇതുപോലുള്ള അത്ഭുതങ്ങൾ ചിലത് പൈശാചികമായിരിക്കും. ഇപ്പം മസീഹ് ദജ്ജാൽ വന്ന് കാണിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ. മുൻഗാമികളുടെ കാലത്ത് കള്ളപ്രവാചകൻ ആയ ഒരാൾ വന്നു, നബിയാണെന്ന് പറഞ്ഞ് ചമഞ്ഞു വന്നു. ആ കാലത്തെ ഖലീഫ പട്ടാളത്തെ പറഞ്ഞയച്ചു അവനെ കൊലപ്പെടുത്താൻ, ശിക്ഷയായിക്കൊണ്ട്. സൈന്യം പോയി വാൾ കൊണ്ട് വെട്ടുന്നു, ഒന്നും സംഭവിക്കില്ല, ആൾക്കൊന്നും പറ്റില്ല. ഖലീഫയുടെ അരിയിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ബിസ്മി ചൊല്ലി വാൾ വീശുക. ഒരു പോയി ബിസ്മില്ല എന്ന് പറഞ്ഞ് വാൾ വീശി, ആള് തല പോയി. നോക്കൂ നിങ്ങൾ, അത്ഭുതമാണ്, പക്ഷെ അത് ശൈത്താനിയത്താണ്, പൈശാചികമാണ്. എങ്ങനെയാണത് ഹക്കിനുള്ള തെളിവാവുകയില്ല. അപ്പൊ നോക്കൂ, പഴയ ഉമ്മത്തുകളിൽ ഈ അത്ഭുതങ്ങൾ കൂടുതലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മന്നയും സൽവയും ലഭിച്ചപ്പോൾ അവർക്ക് എന്തുണ്ടായി? ആ നിഅമത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ മൂസ ലൻ നസ്ബിർ അലാ തആമി വാഹിദ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരൊറ്റ ഭക്ഷണത്തിൽ ക്ഷമിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. ഫദ്ഉ ലനാ റബ്ബക്, അതുകൊണ്ട് നീ നിന്റെ റബ്ബിനോട് ദുആ ചെയ്യണം. യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഞങ്ങൾക്കിതാ ഈ പറയുന്ന പച്ചക്കറികളൊക്കെ മുളപ്പിച്ചു തരണം. പല പച്ചക്കറികളുടെ പേര് പറഞ്ഞു കൊടുത്തു. യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. മൂസാ അലൈഹിസ്സലാം അവരോട് തിരിച്ചു ചോദിച്ചു, ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അജ്ന ബില്ലദീ ഹുവ ഖൈർ, നിങ്ങൾ ഏറ്റവും ഖൈറായതിന് പകരം അതിനേക്കാൾ നിലവാരം കുറഞ്ഞത് വേണമെന്ന് പറയുകയാണോ? ഇഹ്ബിതു മിസ്റൻ, എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഇഹ്ബിതു മിസ്റൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് നാട്ടിലും ഇറങ്ങിക്കോളൂ. മിസ്ർ എന്നത് നമ്മൾ തൻവീൻ കൊടുത്തു പറഞ്ഞാൽ ഏത് നാടും എന്നാണ് അർത്ഥം. അതേസമയം അതിനെ ഗൈറു മുൻസരിഫ് എന്ന് പറയുക, തൻവീൻ പൊതുവെ നൽകാത്ത രൂപത്തിൽ പറഞ്ഞാൽ മിസ്ർ, അത് ഏതാണ്? ഈജിപ്താണ്. ഇഹ്ബിതു മിസ്റൻ, ഏത് നാട്ടിൽ പോയി ഇറങ്ങിക്കോളൂ, ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷെ ഇത് അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായി ഇറക്കി തന്നതാണ്. ഇങ്ങനെ നോക്കൂ, ഇതൊക്കെ അവരുടെ ധിക്കാരത്തിന്റെ ചോദ്യങ്ങളായിരുന്നു. ഇവിടെയുള്ള ഒരു പാഠം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അതിൽ നമുക്ക് സംഭവിക്കാവുന്ന ഒരു അബദ്ധമാണ് നിഅമത്ത് മടുക്കുക എന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിഅമത്ത് എന്ത് സംഭവിക്കും? കിട്ടി നമുക്ക് വളരെ സന്തോഷമായിരിക്കും ആ സമയത്ത്, പക്ഷെ കാലങ്ങൾ അത് അനുഭവിച്ചു വരുമ്പോൾ കുറച്ചങ്ങോട്ട് പോരാ, അതിനോടൊരു മടുപ്പ് തോന്നുക, വളരെ ഗുരുതരമായ അപകടത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ അത് നയിച്ചേക്കാം. ശരിയാണ്, നീ കൂടുതൽ നന്മ ആഗ്രഹിച്ചോളൂ, ദുആ ചെയ്തോളൂ, പരിശ്രമിച്ചു, കുഴപ്പമില്ല. അല്ലാഹു നൽകിയ നിഅമത്ത് മടുത്തിട്ട് അതില്ലാതായി പോകണം എന്ന് പറയുന്നിടത്തേക്ക് നീ എത്തിപ്പോകരുത്. ആളുകളുടെ മുന്നിൽ കൈ നീട്ടാതെ റാഹത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയൊരു ജോലി, ആളുകളുടെ മുന്നിൽ കൈ നീട്ടാതെ വിശപ്പടങ്ങുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു കച്ചവടം, അല്ലെങ്കിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖൈർ കാലങ്ങളായി ചെയ്തു വരുന്നതായിരിക്കും, അതിനോട് ഒരു തരം മടുപ്പിങ്ങനെ തോന്നിച്ചോ. പിശാച് നമ്മുടെ നന്ദി ശുക്രില്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് സബഇൽ സബ ഗോത്രക്കാരുടെ കാര്യം നിങ്ങൾ വായിച്ചു നോക്കണം. ആ ഖൗമിന് അള്ളാഹു വലിയ അനുഗ്രഹം നൽകി, നിർഭയത്വമേ യാത്ര അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. യമനിൽ നിന്ന് ഷാമിലേക്ക് രണ്ട് അറ്റത്താണ്, പക്ഷെ യമനിൽ നിന്ന് ഷാമിലേക്ക് പോകാനുള്ള വഴി എങ്ങനെ? കാണാവുന്ന ദൂരത്തിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. ഇപ്പൊ പഴയ കാലമാണ്, ഇന്നത്തെ പോലെ ഹോട്ടലുകളും മറ്റുമില്ല. ഇപ്പൊ ഓരോ ഗ്രാമത്തിൽ അവർക്ക് ഇറങ്ങാം. അതുകൊണ്ട് ഈ ഇത്രയും വലിയ യാത്രക്ക് കുറെ കാര്യങ്ങളൊക്കെ കെട്ടിപ്പേറി പോകേണ്ടതില്ല, എളുപ്പമാണ് യാത്ര. അള്ളാഹു പറഞ്ഞു, സീറു ഫീഹാ ലയാലി വ അയ്യാമൻ ആമിനീൻ, രാപ്പകൽ വ്യത്യാസമില്ലാതെ നിർഭയത്വത്തോടെ യാത്ര ചെയ്തോളൂ. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? ഖൗമ് കാലം കഴിഞ്ഞപ്പോൾ മടുത്തു നിഅമത്ത്. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്താണ്? റബ്ബന ബഅദ് ബൈന അസ്ഫാരിന, അള്ളാഹുവേ ഞങ്ങളുടെ യാത്രയുടെ ദൂരം നീ അകറ്റിത്തരണേ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, നേരെ എതിർ ലഭിക്കുക ഈ നിഅമത്ത് മാറ്റിമറിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്.
റബ്ബിനോട് അതാണ് മനസ്സിലാകുന്നില്ല ഏതാണ് ഖൈർ എന്ന്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഒരുവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ദുനിയാവിൽ ഒരു കാര്യം ദുആ ചെയ്തുകൊണ്ടേ റബ്ബിനറിയാം, പക്ഷെ അവൻ ഇപ്പോൾ ഉള്ളതാണ് ഖൈർ എന്ന്. അതുകൊണ്ട് അവനോട് റഹ്മത്ത് കൊണ്ട് റബ്ബ് അവൻ അത് കൊടുക്കാതിരിക്കും. അവൻ ചോദിക്കുന്നത്, നീ ചോദിക്കുന്നത് അള്ളാഹു നിനക്ക് ചോദിച്ചുകൊണ്ടേ കുറെ കാലമായി ചോദിക്കുന്നത് അള്ളാഹു നിനക്ക് തരാത്തത് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അത് കിട്ടുന്നത് നിനക്കൊരു ഖൈറുമില്ല, ചിലപ്പോൾ ഷർറായിരിക്കും എന്നതുകൊണ്ട് നിനക്കറിയില്ല ഏതാണ് ഖൈർ എന്ന്. പ്രത്യേകിച്ച് ഖൈർ എന്ന് പറയുമ്പോൾ പരലോകത്തേക്കുള്ള ഖൈർ ആലോചിക്കുക. ചിലപ്പോൾ അത് കിട്ടി നമ്മൾ ഈമാൻ പോയി പോകും. ഇവിടെ ഈമാൻ ചിലപ്പോൾ പോയി പോകാം എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ചിലപ്പോൾ മതി മറന്നേക്കാം, ചിലപ്പോൾ എനിക്ക് ഹറാമിൽ വീണേക്കാം. നമുക്കറിയില്ലല്ലോ, അള്ളാഹുവിനാണ് അറിയുക ഖൈർ ഏതാണ്. ശരിയാണ്, ഈ റബ്ബിനോട് ദുആ ചെയ്തുള്ളൂ, അതിൽ പ്രയാസപ്പെടുന്നു. പക്ഷേ നീ നിരാശപ്പെടരുത്, അള്ളാഹുവിന്റെ അനുഗ്രഹം അടുക്കരുത്, ശുക്ർ മുടങ്ങിപ്പോകരുത്. അള്ളാഹു തന്നതിൽ ഖനാഅ തൃപ്തി അടയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹ്. ഒരുവൻ വിജയിച്ചിരിക്കുന്നു. ആരാണവൻ? മൻ അസ്ലം, മുസ്ലിമാണ്. വറുസിഖ കഫാഫൻ, ആവശ്യത്തിനുള്ള റിസ്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഖന്നഅഹു അല്ലാഹ്, അള്ളാഹു അതിൽ തൃപ്തിയും നൽകിയിട്ടുണ്ട്. നസ്അലുല്ലാഹ അൽഅഫ്വ വൽ ആഫിയ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.